പുരോഹിതം യജ്ഞസ്യ ദേവമൃത്വിജം ഹോതാരം രത്നദാതമം അഗ്നി പൂർവേഭിർഋഷിഭിരീഢ്യോ നൂതനൈരുതസ ദേവാങ് ഏഹ വക്ഷതി അഗ്നിനാ രയിമശ്നവത് പോഷമേവ ദിവേ ദിവേ. ഗജാനനായം ഗജമുഖവാഗായം സന്മുഖസോദരായം പാർവതീനന്ദായ പരമേശ്വരപുത്രായ നമോ നമഃ. വിഘ്നവിനായകം വിഘ്നേശ്വരായം സർവമംഗളമംഗല്യേ ശിവേ സർവാർദ്ധസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരീ നാരായണീ നമസ്തുതേ. നമോ ദേവി മഹാവിദ്യപരാശക്തി നമോ നമ. നമോ ശിവേ പരാൽപര്യ പരാശക്തി നമോ നമഃ. ചാമുണ്ടീശ്വരി ദേവി മാതംഗി അന്നപൂർണേ മഹേശ്വരി അംബികേ ലോകമാതാവേ ഭദ്രകാളി നമസ്തുതേ. ഓം നമോ ഭഗവതേ ശ്രീരാമചന്ദ്രായ നമസ്തേ നമോ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയുധമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീരാമദൂതം മനസ്സാ സ്മരാമി ശ്രീരാമദൂതം ശിരസ്സ നമാമി. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. മലയാളം ന്യൂസ് നെറ്റ്വർക്ക്സും ചേർന്ന് നടത്തുന്ന രാമായണോത്സവത്തിൻ്റെ വേദിയാണ്. കർക്കിടക മാസങ്ങളിൽ നമ്മൾ രാമായണ മാസമായിട്ട് ആചരിക്കുന്നു. പഞ്ഞമാസക്കാലമായതുകൊണ്ടാണ് അങ്ങനൊരു രീതി ഉടലെടുത്തത്. രാമായണത്തിൻ്റെ അർത്ഥവ്യാപ്തി അല്ലെങ്കിൽ അതിലെ വാക്കുകളിലല്ല, നമ്മുടെ ജീവിത രീതിയിലാണ് അത് പകർത്തേണ്ടത് എന്നതാണ് ഇതിൻ്റെ വാസ്തവം. ഈ ആധുനിക കാലത്തും രാമായണം നമ്മെ എന്തു പഠിപ്പിക്കുന്നു, അതിൻ്റെ കാവ്യാത്മകതയിൽ മാത്രമല്ല, ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ജനതയുടെ, ഒരു സമൂഹത്തിൻ്റെ, ഒരു രാഷ്ട്രത്തിൻ്റെ ധാർമ്മികമായ മൂല്യങ്ങളിൽ ഉറച്ചുകൊണ്ട് നമ്മളെങ്ങനെ മുന്നോട്ട് പോകണം എന്നതാണ് അത് നമ്മളെ മനസ്സിലാക്കിപ്പിക്കുന്നത്. അതിനെക്കുറിച്ചെല്ലാം നമ്മളോട് സംവദിക്കാനാണ് ബഹുമാനരായ ഈ വ്യക്തിത്വങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. സ്വാഗതം അർപ്പിക്കലാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി ഹിന്ദുധർമ്മ പരിഷത്തിൻ്റെ അധ്യക്ഷനായ ശ്രീ എം ഗോപാൽജിയാണ് ഈ പരിപാടിയുടെയും അധ്യക്ഷനായിരിക്കുന്നത്. ഔപചാരികതയുടെ പേരിൽ എം ഗോപാൽജിയെ ഞാൻ സാദരം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഉദ്ഘാടകൻ ബഹുമാനായ മുൻ DGP ശ്രീ TP സെൻകുമാർ സാറാണ്. സാറ് ഞാൻ ഈ പറഞ്ഞ വിഷയത്തിൽ അഗാധമായ പാണ്ഡിത്യമുള്ള അദ്ദേഹം ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് എങ്ങനെ സംസാരിക്കണമെന്ന് നമ്മളോട് സംവേദിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സാറിനെ സാദരം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അനുഗ്രഹ പ്രഭാഷണത്തിനായി ഇവിടെ എത്തിയിരിക്കുന്നത് ബോധാനന്ദാശ്രമത്തിൽ നിന്നുമുള്ള ഹരിഹരാനന്ദ സ്വാമികളാണ്. സ്വാമികളെ സാദരം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മുഖ്യ പ്രഭാഷണം നടത്തുന്നത് D നാരായണ ശർമ്മയാണ്. ബാലഗോകുലത്തിൽ നിന്നുമാണ് ശ്രീ നാരായണ ശർമ്മജി എത്തിയിരിക്കുന്നത്. നാരായണ ശർമ്മജിയെയും ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഹിന്ദു കേസരി ഡോക്ടർ ശ്രീനിവാസൻ തമ്പുരാൻ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല രാജ്യതലസ്ഥാനമായ ഡൽഹിയാണ്. ഈ ഒരു പരിപാടിക്ക് വേണ്ടി മാത്രമായാണ് അദ്ദേഹം ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തെയും സാദരം ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കേണ്ടത് ബഹുമാനായ സഹർ ഭാരതി സംസ്ഥാന പ്രസിഡൻറ്റും ഈ ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻറ്റുമായ ശ്രീ P സുധാകരൻ ചേട്ടനെയാണ്. ഈ ഭാഗങ്ങളിൽ നമ്മൾ എല്ലാ പ്രൈവറ്റ് ക്ഷേത്രങ്ങളും നോക്കിയാലും നമ്മുടെ ഈ ഒരു ക്ഷേത്രത്തിന് ഇത്രയും ഭക്തജനങ്ങൾ ഉണ്ടാകാനും ഒരു ക്ഷേത്രം എങ്ങനെ മാതൃകാപരമായി നടത്തണമെന്നതിൻ്റെയും ഒരു മകുടോദാഹരണമാണ് ബഹുമാനായ ശ്രീ P സുധാകരൻ ചേട്ടൻ. സുധാകരൻ ചേട്ടനെ ഞാൻ ഈ വേദിയിലേക്ക് സാദരം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നന്ദി അർപ്പിക്കുന്നത് ക്ഷേത്ര സെക്രട്ടറിയാണ് ശ്രീ ബിജു. അദ്ദേഹത്തെയും ഞാൻ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്തേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. പുറത്ത് നിൽക്കുന്ന ആൾക്കാർ
അകത്തേക്ക് മുന്നിലേക്ക് കടന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ചില ആൾക്കാർക്ക് ഇരുന്നാൽ ഇരുപ്പുറപ്പിക്കാതെ പുറത്തേക്ക് നോക്കി നിൽക്കണമെന്നൊക്കെയുള്ള ആൾക്കാരുണ്ടാവും. ഒന്ന് അവർ ചായ കുടിച്ചിട്ട് നേരെ അകത്തേക്ക് കടന്നോളൂ. ചില ആൾക്കാർ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സംപൂജ്യ സ്വാമി ഹരിഹരാനന്ദജി, സ്വാമി ശ്രീനിവാസൻ തമ്പുരാൻ അവർകൾ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാന്യനായ ഡോക്ടർ ടി.പി. സെൻകുമാർ സാർ, ആദരണീയനായ ശ്രീ ഡി. നാരായണൻ ശർമ്മജി, പ്രിയപ്പെട്ട സുധാരജി, പരിപാടിയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമസ്കാരം. അധ്യക്ഷന് സമയം തന്നിട്ടുണ്ട്, എല്ലാവർക്കും സമയം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ആ സമയം കുറച്ചിട്ട് ഉദ്ഘാടക പ്രസംഗം നടത്തുന്ന സെൻകുമാർ സാറിനും മുഖ്യപ്രഭാഷണം നടത്തുന്ന ശർമാജിക്കും നീക്കിവെക്കുകയാണ്. നമ്മൾ കേട്ടിട്ടുണ്ടാവും, പ്രത്യേകിച്ച് ഈ ഭാഗത്തെ ആൾക്കാർ, കർക്കിടക മാസത്തിൽ പഞ്ഞമാസമായതുകൊണ്ട് രാമായണം വായിക്കുക എന്നുള്ളതായിരുന്നു പതിവ്. അത് എല്ലാ സ്ഥലത്തും നടക്കാറുമില്ല, ചില വീടുകളിൽ നടക്കും. പക്ഷേ 1982 ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ഹിന്ദു സമൂഹത്തെ സംഘടിപ്പിച്ചുകൊണ്ട് മഹാസമ്മേളനങ്ങൾ നടന്നു. കേരളത്തിൽ നടന്നത് എറണാകുളത്ത് വെച്ചിട്ടാണ്. അതിൻ്റെ പേര് വിശാല ഹിന്ദു സമ്മേളനം എന്നായിരുന്നു. ഹൈന്ദവ വിഭാഗത്തിലെ ധർമ്മത്തിലെ അവാന്തര വിഭാഗങ്ങളെ മുഴുവൻ പങ്കെടുപ്പിച്ചുകൊണ്ട്, അതിൻ്റെ പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടന്നൊരു പരിപാടിയായിരുന്നു അത്. ആ പരിപാടി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പ്രതിനിധി സമ്മേളനം നടന്നു. ആ പ്രതിനിധി സമ്മേളനത്തിൽ അവതരിപ്പിച്ചൊരു പ്രമേയമായിരുന്നു കർക്കിടക മാസം രാമായണ മാസമായി ആചരിക്കണമെന്നുള്ളത്. കൊട്ടാരവും കുടിലും ഒരുപോലെ രാമായണം വായിക്കണം. സ്വാഭാവികമായും ആ പ്രമേയം അടുത്ത ദിവസം പത്രത്തിൽ വന്നു. അടുത്ത ദിവസം തന്നെ ഹിന്ദുക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഉടനെ പ്രതികരിക്കുന്ന ചില ആൾക്കാർ പ്രതികരിക്കുകയും അത്തരം പത്രങ്ങൾ വെണ്ടയ്ക്കാക്ഷരത്തിൽ എഴുതുകയും ചെയ്തു. ആ പ്രമേയം കൊണ്ടുവന്നത് സ്വർഗീയ പരമേശ്വർജിയായിരുന്നു. പി. പരമേശ്വരൻ ഡൽഹിയിൽ നിന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് വർഗീയത പ്രചരിപ്പിക്കാനാണ്, തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് എന്ന് പലരും പ്രസംഗിച്ചു. ബുദ്ധിജീവികളും സാഹിത്യകാരന്മാരും രാമായണമല്ല രാവണായനമാണ് വേണ്ടത് എന്ന് പ്രഖ്യാപിച്ചു. നമ്മൾ കാണേണ്ടത് 2 വർഷം കഴിഞ്ഞപ്പോഴേക്ക് പറഞ്ഞ ആളുകൾ തിരുത്തി. ദേവസ്വം ബോർഡ് പോലും പ്രഖ്യാപിച്ചു രാമായണം വീടുകളിൽ നടത്തണം, ക്ഷേത്രങ്ങളിൽ നടത്തണം, രാമായണ സമ്മേളനങ്ങൾ നടത്തണമെന്നെല്ലാം. അത് രാമൻ്റെയും രാമായണത്തിൻ്റെയും പ്രത്യേകതയായിരുന്നു. പിന്നീട് നമ്മൾ കണ്ടത്, ആദ്യം സൂചിപ്പിച്ചതുപോലെ, കൊട്ടാരം കുടിലിൽ ഒരുപോലെന്നും മാറ്റൊലി കൊള്ളും നാടാണ് ഈ രാമായണത്തെക്കുറിച്ച് പറഞ്ഞതാണ്. ആ നിലയ്ക്കായി. എന്താണ് കാരണം? രാമായണം മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ധർമ്മത്തിനെ പ്രതിനിധാനം ചെയ്യുന്നതാണ് ശ്രീരാമൻ. അതുകൊണ്ട് തന്നെ അതിന് വലിയ പ്രാധാന്യമുണ്ട്. ഇവിടെ മുഖ്യപ്രഭാഷണം നടക്കുന്ന ആളുകൾ ഇതെല്ലാം സൂചിപ്പിക്കുമെന്ന് എനിക്കറിയാം. ഏതായാലും ഈ രാമായണത്തിന് കൊടുത്ത പ്രാധാന്യം
ഇന്നെല്ലാ ഭാഗത്തും രാമായണം വായിക്കുമ്പോൾ ഇതേപോലത്തെ സമ്മേളനങ്ങളും നാടുനീളെ നടക്കുകയാണ്. എല്ലാ സ്ഥലത്തും രാമായണത്തെ അധികരിച്ചുകൊണ്ടുള്ള പരിപാടികൾ, കലാപരിപാടികളും ക്യൂസ് കോമ്പറ്റീഷൻസും ഇതേപോലത്തെ പരിപാടികൾ മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഇന്ന് ഹിന്ദു ധർമ്മ പരിഷത്തും ഈ ക്ഷേത്രവും ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഇതേപോലത്തെ ഒരു പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ആളുകളുടെ എണ്ണമല്ല, പരിപാടിയുടെ മികവാണ് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ ആളുകൾക്കും ശ്രീരാമൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ജയ് ശ്രീരാം. ഈ രാമായണോത്സവ ചടങ്ങിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനപ്പെട്ട ശ്രീ എം ഗോപാൽജി, അനുഗ്രഹ പ്രഭാഷണം നടത്തുന്ന സ്വാമി ഹരിഹരാനന്ദ സ്വാമിജി, ബോധാനന്ദ ആശ്രമം, ഹിന്ദു കേസരി ഡോക്ടർ ശ്രീനിവാസൻ തമ്പുരാൻ, മുഖ്യപ്രഭാഷണം നടത്തുന്ന ബഹുമാന്യ ശ്രീ ഡി നാരായണ ശർമ്മ ബാലഗോകുലം, ആശംസ നടത്തുന്ന ശ്രീ പി സുധാകരൻ ക്ഷേത്രം പ്രസിഡൻറ്റ്, സ്വാഗതം പറഞ്ഞ അരുൺ AKN ട്രഷറർ, ഹിന്ദുധർമ്മ പരിഷത്ത്, പ്രിയപ്പെട്ട രാമായണ ഉത്സവത്തിൽ പങ്കെടുക്കുന്ന സുഹൃത്തുക്കളെ, സാധാരണ വീടുകളിൽ അപൂർവമായൊക്കെ പാരായണം ചെയ്തിരുന്ന രാമായണം കർക്കിടക മാസത്തിൽ എങ്ങനെയാണ് കേരളത്തിൽ വ്യാപകമായി ഹിന്ദു ഭവനങ്ങളിൽ എത്തിയതെന്ന് ബഹുമാനപ്പെട്ട ഗോപാൽജി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഏതായാലും ഇപ്പോൾ അത് യാതൊരു അർത്ഥശങ്കയ്ക്കും ഇടയില്ലാത്ത വിധം എല്ലാ ഗ്രഹങ്ങളിലേക്കും എത്തിയിരിക്കുകയാണ്. മാത്രമല്ല, സാധാരണയായി ഇതിനെ ഹൈന്ദവമായിട്ടുള്ള എന്തിനേയും എതിർക്കുന്ന മാധ്യമങ്ങൾ പോലും മത്സരബുദ്ധിയ അതേപ്പറ്റി എഴുതുവാനും എല്ലാം അതിൻ്റെ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പലതും പറയുന്നത് ഞാൻ വ്യക്തിപരമായിട്ട് ഇതിൽ കാണുന്ന കാര്യങ്ങൾ കൂടിയായിരിക്കും എന്നുകൂടി ഞാൻ പറയുകയാണ്. ഞാൻ ഹൈന്ദവ പുരാണങ്ങളോ അതുപോലുള്ള ഏത് കാര്യങ്ങളെപ്പറ്റി വായിക്കാനെടുക്കുമ്പോഴും എന്നെ ആദ്യം സ്പർശിക്കുന്ന കാര്യം ചട്ടമ്പി സ്വാമിജികൾ വേദാധികാര നിരൂപണത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ദുഷ്ടപണ്ഡിത പ്രഭുക്കൾ ചേർത്ത നിന്ദ്യവസ്തുക്കൾ ഇതിൽ ധാരാളം ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണത്. ഈയിടെ തന്നെ ഞാൻ നാരായണോത്സവം തുടങ്ങുന്നതിനും രാമായണോത്സവമൊക്കെ തുടങ്ങുന്നതിനും കർക്കിടകത്തിനും ഏകദേശം ഒരു മാസം മുമ്പ് അതിനോടനുബന്ധിച്ചുള്ളൊരു ചടങ്ങിൽ പങ്കെടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു കാര്യം പറയുകയുണ്ടായി. ഇപ്പോൾ ഇവിടെ അധ്യാത്മരാമായണമാണ് പ്രധാനമായിട്ടും പാരായണം ചെയ്യപ്പെടുന്നത്. ശംഭൂക വധത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു? ശംഭൂകനെ വധിച്ചത് ശരിയാണോ തെറ്റാണോ? അതുപോലെ ബാലിയെ എന്തുകൊണ്ട് നേരിട്ട് യുദ്ധം ചെയ്തില്ല? നേരിട്ട് യുദ്ധം ചെയ്യാതെ ഒളിഞ്ഞു നിന്ന് അമ്പെയ്ത് വധിക്കുന്നു. അത് ശരിയാണോ തെറ്റാണോ? അപ്പം ഇതിൽ ആദ്യം ചോദിച്ച ക്വസ്റ്റ്യന് എനിക്ക് കിട്ടിയ ഉത്തരം എന്താണെന്ന് വെച്ചാൽ, വാൽമീകി രാമായണത്തിൽ ഇല്ലാത്ത പല കാര്യങ്ങളും പിന്നീട് ഉത്തരരാമായണം ഉണ്ടായി. ഉത്തരരാമായണത്തിലാണ് ശംഭുകവധവും സീതാപരിത്യാഗവും ഒക്കെ വരുന്നത്. അപ്പോൾ
അത് എഴുതി ചേർക്കപ്പെട്ടതാണ്. വാസ്തവത്തിൽ ശ്രീരാമചന്ദ്രൻ ദേവി സീതയുമൊത്ത് തിരിച്ച് അയോധ്യയിൽ വന്ന് രാജ്യഭാരം ഏൽക്കുന്നത് വരെയുള്ള കാര്യങ്ങളെ രാമായണത്തിൻ്റേതായിട്ടുള്ളൂ. അതിനുശേഷമുള്ളതെല്ലാം ഉത്തരരാമായണത്തിൽ പലരും അതാരെന്നറിയില്ല ചേർന്നു. ഇപ്പം ഏകദേശം 300ഓളം രാമായണങ്ങളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ പല രാമായണങ്ങളും പഠിച്ചതിന് ശേഷം വിദഗ്ധരായിട്ട് പറഞ്ഞത് ഇതിൽ വാൽമീകി രാമായണം ഇത്ര വരെയേ ഉള്ളൂ, അതുകൊണ്ട് ബാക്കിയെല്ലാം കൂടിച്ചേർന്നതാണ്. ഇത് മിക്കവാറും എല്ലാ കാര്യത്തിലും കാണും. ഇപ്പോൾ മനുസ്മൃതി എന്ന് പറഞ്ഞ് സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന ഒറ്റ വരി കൊണ്ട് ആയിരക്കണക്കിന് ശ്ലോകങ്ങളുള്ള ഒരു സ്മൃതിയെ പറഞ്ഞ് എല്ലാ കാര്യത്തിലും കൊണ്ടുവരുന്നുണ്ട്. മനുസ്മൃതിയിൽ മനു എഴുതിയത് എത്രയാണ്, മനുവിന് ശേഷമുള്ളവർ എത്രയാണ് എഴുതി ചേർത്തത് എന്ന് കൃത്യമായിട്ടറിയില്ല. അതുകൊണ്ടൊക്കെയാണ് ചട്ടമ്പി സ്വാമിജികൾ പറഞ്ഞത്, ഇത് പഠിക്കുന്ന സമയം, വായിക്കുന്ന സമയം, ഗ്രഹിക്കുന്ന സമയം ഒരു കാര്യം ഓർക്കുക, ഇതിൽ ദുഷ്ടപണ്ഡിത പ്രഭുക്കൾ ചേർത്ത നിന്ദ്യവസ്തുക്കളുണ്ട്. ആ നിന്ദ്യവസ്തുക്കൾ എന്താണെന്ന് കണ്ടെത്തി അത് ഒഴിവാക്കണം. പക്ഷേ നമ്മുടെ പല പാരായണങ്ങളിലും ഇത് കാണില്ല. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഇപ്പോൾ വളരെ വ്യാപകമായിട്ട് കേട്ടിരുന്നൊരു പദമാണ് ലവ് ജിഹാദ് എന്നുള്ളത്. ഇപ്പം അല്പം കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ എന്നാലും വളരെയധികം ഉണ്ടായിരുന്നതാണ്. അതിലൊക്കെ പലപ്പോഴും കണ്ടിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കുട്ടികൾ പ്രത്യേകിച്ചും ഇത്തരം യോഗങ്ങളിലൊന്നും പങ്കെടുക്കാത്തതും അതല്ലെങ്കിൽ കാര്യമായിട്ടുള്ള ക്രിട്ടിക്കലായിട്ടുള്ള വിധത്തിൽ പുരാണങ്ങളൊന്നും പഠിക്കാത്തതുമായിട്ടുള്ള കുട്ടികളുടെ അടുത്ത് മറ്റ് ചില മതസ്ഥർ ചോദിക്കുന്ന കുറേ കുനിഷ്ഠ ചോദ്യങ്ങളുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഇതിൽ ചോദിച്ചതുപോലെ ബാലിയെ ശ്രീരാമൻ എന്തുകൊണ്ട് മറഞ്ഞു നിന്ന് അമ്പ് ചെയ്തു, എന്നിട്ടും ആ ശ്രീരാമനെ നിങ്ങൾ ഏറ്റവും ധർമ്മിഷ്ഠനായിട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ഇതുപോലെയുള്ള കാര്യങ്ങളാണ്. ശിവലിംഗം എന്തിനാണ് നിങ്ങൾ ആരാധിക്കുന്നത്? എന്തിനാണ് പ്രതിമകളെ ആരാധിക്കുന്നത്, കല്ലിനെ ആരാധിക്കുന്നത്? അതുപോലെ എന്തിനാണ് ആനയുടെ തലയുള്ള ഗണപതിയെ ആരാധിക്കുന്നത്? അപ്പോൾ ഇതൊക്കെ ചോദിക്കുമ്പോൾ ഒരു ഉത്തരം പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പഠിച്ചിട്ടുള്ള പല കാര്യങ്ങളും, നമ്മൾ വായിച്ചിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ പാഠപുസ്തകങ്ങളിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളിൽ പലതും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അത് ഈ ദുഷ്ടപണ്ഡിത പ്രഭുക്കൾ ചേർത്ത വളരെയധികം നിന്ദ്യവസ്തുക്കൾ ചേർന്നതാണ്. ഈ നിന്ദ്യവസ്തുക്കളിൽ പലതും ചൂണ്ടിക്കാണിച്ചാൽ അതിന് ഉത്തരം പറയാനായിട്ട് ഇതാണ് ഞങ്ങളുടെ ധാർമ്മികത, ഇതാണ് ഞങ്ങൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നത്, ഇതാണ് ഞങ്ങൾ മൗലികമായി ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് പറഞ്ഞ് ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആ നിന്ദ്യവസ്തുക്കളെ ഇല്ലാതാക്കി കളയണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഒറിജിനലായിട്ടുള്ള ഇതിൻ്റെ ആദ്യത്തെ രൂപം എന്തായിരുന്നു എന്ന് പഠനം നടത്താനായിട്ട് കുറച്ച് ഉള്ളിലോട്ട് പോയാൽ മാത്രമേ സാധിക്കൂ. അപ്പം അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ചട്ടമ്പി സ്വാമിജികൾ പറഞ്ഞ കാര്യം നമ്മളെല്ലാവരും ശ്രദ്ധിക്കുകയും രാമായണം മാത്രമല്ല രാമായണത്തെ പോലുള്ള മറ്റ് ഗ്രന്ഥങ്ങളും പാരായണം ചെയ്യുന്ന സമയം, ഇപ്പോൾ ലഭ്യമായിട്ടുള്ള കാര്യങ്ങളിൽ വായിക്കുന്ന സമയം നമ്മളൊരു വിവേചന ബുദ്ധിയോടുകൂടി അതിനെ നോക്കിക്കാണേണ്ടതുണ്ട്. കാരണം അതല്ലെങ്കിൽ ബഹുമാനപ്പെട്ട സ്വാമിജിമാർ എല്ലാവരും കൂടി ഒരു വലിയ യജ്ഞം നടത്തി ഇതിൽ ഇന്ന കാര്യങ്ങളെല്ലാം തെറ്റാണ്, ഇന്ന കാര്യങ്ങളാണ് ഇതിൻ്റെ മൗലികമായിട്ടുള്ള കാര്യം, ബാക്കിയെല്ലാം ഒഴിവാക്കേണ്ടതാണ് എന്ന് പറയണം.
അപ്പോൾ അങ്ങനെ തെറ്റായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ശരിയാണ് എന്ന് ധരിച്ചാൽ മറ്റൊരാളൊരു ചോദ്യം ചെയ്യുന്ന സമയത്ത് നമ്മൾക്കതിന് എങ്ങനെയാണത് ശരിയെന്ന് സ്ഥാപിക്കാനായിട്ട് യാതൊരു വിധത്തിലും സാധ്യതയില്ലാതാകുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നത് ഉത്തരരാമായണം ഒരു അഡീഷൻ തന്നെയാണ്. അത് സീതാപരിത്യാഗവും അതുപോലെ ശംഭുഗവധവുമെല്ലാം മറ്റാരോ വാൽമീകി രാമായണം കണ്ട് എഴുതി ചേർത്തതാണ്. അതുകൊണ്ട് ആ ഭാഗം പ്രസക്തമല്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനം. കാരണം യോജിക്കാത്ത കാര്യങ്ങളാണ് വരുന്നത്. നമ്മളെങ്ങനെയാണിത് കണ്ടെത്തുക? ഒരു പ്രത്യേക രീതിയിലുള്ള ശൈലിയിൽ എങ്ങനെയാണ് ഒരു പുസ്തകത്തിൻ്റെ ഭാഗമാണോ മറ്റൊരു പുസ്തകം എന്ന് പറയുക? അപ്പോൾ ആ മറ്റൊരു പുസ്തകത്തിലുണ്ടാകുന്ന ശൈലി മാറ്റം, അതിൽ വന്നിരിക്കുന്ന ഭാവമാറ്റം, അതിലുണ്ടായിരിക്കുന്ന മൗലികമായിട്ടുള്ള തത്വങ്ങളുടെ മാറ്റം, ഇവ കണ്ടെത്തിയാൽ നമ്മൾക്ക് ഉടനെ പറയാം ഇത് മറ്റാരോ ചെയ്തുണ്ടാക്കിയതാണ്. ആയിരക്കണക്കിന് കൊല്ലങ്ങളായിട്ട് ഉണ്ടായിരിക്കുന്ന കുറേ മാറ്റങ്ങളാണിത്. അതിലേക്ക് നമ്മൾ ശ്രദ്ധ ചെലുത്തുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ വളരെയധികം തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടി വരികയും അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ ശ്രമിക്കേണ്ട വരികയും ചെയ്യുന്നു. ഇതാണ് പലപ്പോഴും ഹിന്ദുമതത്തിൻ്റെ പുരാണങ്ങൾക്കും ബാക്കിയുള്ള കാര്യങ്ങൾക്കും സംഭവിക്കുന്നത്. ഇതിവിടെ മാത്രമല്ല, ബാക്കി എല്ലാ പുരാണങ്ങളും എടുത്താലും ഉണ്ടാകും. ഞാൻ മറന്നുപോയി, ശ്രാദ്ധം നടത്തുന്നതിനെ പറ്റി ഇതുപോലെ എഴുതി വച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഒരു തവണ ഞാൻ എഴുതി, ഇതിലും ഭേദം വല്ല ജിഹാദിയാകും. കാരണം നിങ്ങൾ എഴുതി വച്ചിരിക്കുന്നത് അത് ഇന്ന നിറമുള്ള മാനിൻ്റെ, വെള്ള നിറമുള്ള മാനിൻ്റെ ഇറച്ചി, അതുപോലെ കറുത്ത നിറമുള്ള ഇന്നതിൻ്റെ ഇറച്ചി, അതുപോലെ ഇന്ന മത്സ്യത്തിൻ്റെ മത്സ്യം, ഇതൊക്കെ ഉപയോഗിച്ച് ഇത് നടത്തണമെന്നാണ് യജ്ഞവാൽക്യൻ എന്നും പറഞ്ഞ് കണ്ടത്. അപ്പം നമ്മൾ സാമാന്യ മനുഷ്യർക്ക് ഇതെല്ലാം പഠിച്ചെടുക്കാനും ഇതെല്ലാം വായിച്ചെടുക്കാനും ഒന്നും യാതൊരു നിവൃത്തി ഉണ്ടാകില്ല. അപ്പം അതുകൊണ്ട് സ്വാമിജിമാരോടുള്ള എൻ്റെ ഒരു അഭ്യർത്ഥന എന്താണെന്ന് വെച്ചാൽ, ഇത്തരം കാര്യങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽ ഒന്ന് പെടുത്തി, അതായത് ഞങ്ങൾക്ക് ഇതാണ് ഞങ്ങളുടെ ധർമ്മം, ഇതാണ് ഞങ്ങളുടെ മൗലികമായ വാദം, ഇതാണ് ഞങ്ങളുടെ ഹിന്ദുത്വം എന്ന് പറയാനായിട്ട് സാധ്യമാകുന്ന വിധത്തിൽ പറയണം. ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഞങ്ങൾക്ക് ഇതിൽ ചേർന്നിരിക്കുന്ന നിന്ദ്യവസ്തുക്കളെ ഞങ്ങൾ മാറ്റിവെക്കുന്നു. കാരണം ഇപ്പോൾ ഖുറാൻ പോലെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ വായിച്ചതിലും കൂടുതൽ തവണ ഞാൻ ഖുറാൻ വായിച്ചിട്ടുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, അപ്പോഴാണ് കൃത്യമായിട്ട് മനസ്സിലായത് അതിലൊരു 200 സ്ഥലത്തെങ്കിലും കാണും മറ്റു മതസ്ഥരെ എന്ത് ചെയ്യണമെന്ന്. സ്ത്രീകളെ പറ്റിയുള്ള കാര്യങ്ങൾ കുറേ സ്ഥലത്ത് കാണും. ഒരു 65 സ്ഥലത്തെങ്കിലും ശാസ്ത്രീയമായിട്ടുള്ള തെറ്റുകൾ മുഴുവൻ കാണും. അത് നമ്മൾ വായിച്ചു നോക്കിയാൽ അതിനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഹിന്ദുക്കളുടെ എല്ലാ പുരാണങ്ങളും എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് അത് മിക്കവാറും ഋഷിപ്രോക്തങ്ങളാണ്. അതല്ലാതെ ദൈവം നേരിട്ട് നൽകി എന്ന് പറയാവുന്നതായിട്ട് അല്പമെങ്കിലുമുള്ളത് ഭഗവത്ഗീത മാത്രമേ ഉള്ളൂ. ബാക്കി ഉപനിഷത്തും ബാക്കിയുള്ള പുരാണങ്ങളും എല്ലാ കാര്യങ്ങളിലും ഋഷിപ്രോക്തങ്ങളാണ്. ഈ ഋഷിപ്രോക്തങ്ങളൊന്നും മാറ്റാൻ പാടില്ലാത്തതല്ല, അങ്ങനെ ഒരു നിയമമില്ല. ഇപ്പോൾ ഖുർആൻ പറയുന്നത് പോലെ ലോകം അവസാനിക്കുന്നത് വരെ അത് തന്നെ ആണ് സത്യം, അതിൽ നിന്നൊരു മാറ്റം പാടില്ല എന്ന് നമ്മളാരും പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഋഷിപ്രോക്തങ്ങളിൽ മറ്റു ചിലർ ചേർന്ന് നടത്തിയിട്ടുള്ള തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ച് അതിനെ കൂടി മാറ്റി ആ തെറ്റിൽ നിന്നും പൂർണ്ണമായും ശരിയിലേക്ക് മാത്രം ഒതുക്കി നമ്മളെ ചിന്തിപ്പിക്കാൻ ആക്കുന്നത് കൂടിയാകണം
ഇത്തരത്തിലുള്ള പാരായണങ്ങൾ. അത് പലപ്പോഴും നടന്ന് കാണാറില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പലപ്പോഴും ഇത് വായിച്ചു പോകും. ഇത് വായിച്ചാൽ നമ്മൾക്ക് എന്താണ് ഒരു ഭക്തി കൂടും, അല്ലെങ്കിൽ അതുപോലെ എന്താണ് ഈശ്വരനോടുള്ള പ്രതിപത്തി കൂടും, അല്ലെങ്കിൽ ഈശ്വരാധീനം കൂടും എന്നൊക്കെ തോന്നൽ കൊണ്ട് വായിച്ചു പോകുന്നു എന്നുള്ളതല്ലാതെ ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും കൃത്യമായിട്ട് പരിഗണിച്ച് അതിൽ ഇന്ന തെറ്റുകളുണ്ട്, ഞാനിത് വായിച്ച് മറ്റൊരാളെ കേൾപ്പിക്കുമ്പോൾ, ഞാനിതൊരു വായിച്ച് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അയാൾക്കുണ്ടാകാവുന്ന അപകടങ്ങൾ ഏതാണ് എന്ന് വിവേചിച്ചറിഞ്ഞ് അത് സാധ്യതയില്ലാത്ത ഒന്നാണ് എന്നതിനെപ്പറ്റി പറയാനായിട്ട് നമ്മൾക്ക് സാധിച്ചാൽ മാത്രമേ ഇതിൻ്റെ പാരായണങ്ങൾ ശരിക്കും ഫലവത്താകൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് രാമായണോത്സവം നടക്കുമ്പോഴും അതുപോലെ ഹൈന്ദവപരമായിട്ടുള്ള മറ്റേത് പുരാണങ്ങളിലുടെയും ആഖ്യാനങ്ങളും അല്ലെങ്കിൽ സപ്താഹം നടക്കുന്ന സമയത്തുമൊക്കെ എൻ്റെ ഉള്ളിൽ എപ്പോഴും വരുന്ന കാര്യം ഇതാണ്. പല കാര്യങ്ങൾക്കും എനിക്ക് തന്നെ വളരെ എന്താണ് തോന്നുന്നത്, പുച്ഛം തോന്നുന്ന ചില കാര്യങ്ങൾ. കാരണം ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ ഇതെല്ലാം തെറ്റാണല്ലോ, ഇങ്ങനെയല്ലല്ലോ ഇത് പറയേണ്ടത്. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു സപ്താഹത്തിന് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരാൾ കുളിച്ചിട്ട് ആദ്യം പുറം തുടയ്ക്കുകയാണെങ്കിൽ അയാൾക്ക് ധനം കുറേ കൂടുതലുണ്ടാവുന്നു. അതിൽ പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരം തെറ്റുകൾ എങ്ങനെ കടന്നുകൂടുന്നു? ഒരാൾ കുളിച്ചിട്ട് ആദ്യം തല തോർത്തുന്നോ, കാല് തുടയ്ക്കുന്നോ, കൈ തുടയ്ക്കുന്നോ, ഇതൊക്കെ എങ്ങനെയാണ് ബാധിക്കുന്നത്? അപ്പോൾ ഇത്തരം തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള കാര്യങ്ങളെ എങ്ങനെയാണ് നമ്മൾ തലമുറകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്? പലപ്പോഴും ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒരുപക്ഷെ യുവതലമുറ വലിയൊരു ഭാഗം ഇതിൽ നിന്ന് മാറി തികച്ചും എന്താണ് ദൈവവിശ്വാസമില്ലാത്തവരോ അതല്ലെങ്കിൽ നേരെ മറ്റ് മതങ്ങളിലേക്ക് കൂടുതൽ വിശ്വാസമുള്ളവരോ ആയി തീരുന്നതിനൊരു കാരണം ഇത്തരം കോൺട്രഡിക്ഷൻസ് നമ്മൾ തന്നെ പറയുന്നത് കൊണ്ടാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി ഇല്ലാതാക്കി ഇതിലെ സത്യസന്ധമായിട്ടുള്ള ശരിയായിട്ടുള്ള ഋജുവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്ന വിധത്തിൽ നമ്മൾക്ക് രാമായണോത്സവം കൊണ്ട് ഇതാണ് ഞങ്ങളുടെ ധർമ്മം, ഇതാണ് രാമൻ്റെ ധർമ്മം, ഇതാണ് ആ സമൂഹത്തിൻ്റെ ധർമ്മം, ഇതാണ് ഒരു രാഷ്ട്രത്തിൻ്റെ ധർമ്മം എന്ന് പറയാൻ സാധിക്കുന്ന വിധത്തിലാകണം. അതിന് ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. കർമ്മത്തെയും പറ്റി അർത്ഥവത്തായ സംഭാഷണം നടത്തിയ ശ്രീ സെൻകുമാറിന് വളരെ നന്ദി. ഇനി അനുഗ്രഹ പ്രഭാഷണത്തിനായി കാലടി ബോധാനന്ദ ആശ്രമത്തിലെ മഠാധിപതി സംപൂജ്യ ഹരിഹരാനന്ദ സ്വാമികളെ സാദരം ക്ഷണിക്കുന്നു. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരം. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖം വന്ദേ വാൽമീകികോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ഈ ചെവി എടുക്കത്തോട്ട് എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ഏതായാലും രാമായണമാണ് വിഷയം എന്നറിയാം. ശങ്കരാചാര്യസ്വാമികൾ അദ്ദേഹത്തിൻ്റെ ആത്മബോധം എന്ന പ്രകരണ ഗ്രന്ഥത്തിൻ്റെ ഒരു ശ്ലോകം, അവസാനത്തെ ശ്ലോകം,
തീർത്വ മോഹാർണവം ഹത്വ രാഗദ്വേഷാദിരാക്ഷസൻ യോഗി ശാന്തി സമായുക്തോ ആത്മാരാമോ വിരാജത്തെ. രാമായണത്തിൻ്റെ ഒരു ചെറിയൊരു ഒറ്റ ശ്ലോകത്തിൽ ഒതുക്കിയതാണ് അതിൻ്റെ തത്വം, രാമായണത്തിൻ്റെ തത്വം. തീർത്വാര മോഹാർണവം, അജ്ഞാനമാകുന്ന സമുദ്രത്തെ തരണം ചെയ്ത് സേതുബന്ധനം കെട്ടി ലങ്കയിലേക്ക് ചെന്നു നമ്മുടെ ഇതിഹാസ പുരാണം അനുസരിച്ചിട്ട്. എന്നിട്ടോ ഹത്വ രാഗദ്വേഷാദി രാക്ഷസൻ, രാഗം ദ്വേഷം മുതലായ രാക്ഷസന്മാരെ ഹരിച്ച് കൊന്നിട്ട്, രാഗദ്വേഷങ്ങളെന്ന് പറഞ്ഞാൽ രാവണ കുംഭകർണന്മാരെ കൊന്നതിന് ശേഷം യോഗി ശാന്തി സമായുക്തോ സീതയെ വീണ്ടെടുത്ത് ശാന്തിയായിട്ട് ആത്മാരാമോ വിരാജത്തെ, അതായത് പട്ടാഭിഷേകം സീതയോട് കൂടിയിട്ട് വീണ്ടും അയോധ്യയിൽ വന്ന് രാജ്യഭാരം ഏറ്റ് പട്ടാഭിഷേകത്തിലിരിക്കുന്ന രംഗം. അത് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന പ്രക്രിയയാണ്. അതൊക്കെ യോഗിയുടെ ഉള്ളിൽ നടക്കുന്നതാണ്. നമ്മുടെ ഉള്ള അജ്ഞാനത്തെ തരണം ചെയ്ത് രാഗദ്വേഷാദിയുള്ള രാക്ഷസഭാവങ്ങളെയൊക്കെ നശിപ്പിച്ച് ശാന്തിയെ പ്രാപിക്കുക എന്നുള്ളതാണ്. വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞിട്ടുണ്ട്, മഹാഭാരതവും രാമായണവും നിലനിൽക്കുന്നിടത്തോളം കാലം ഭാരത സംസ്കാരം നിലനിൽക്കും. രാമായണത്തിലും മഹാഭാരതത്തിലും പറയണത് ലോകത്തിൽ എത്ര കാലം മരങ്ങളും മലകളും പുഴകളും ഉണ്ടോ അത്രയും കാലം ഈ ഇതിഹാസങ്ങൾ നിലനിൽക്കും എന്നുള്ളത് വ്യാസഭഗവാനും വാൽമീകി ഭഗവാനും പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ സത്യസങ്കല്പന്മാരാണ്, അവർ പറഞ്ഞത് വെറുതെ ആവില്ല. അതുകൊണ്ട് ഇതിന് നാശമില്ല, അത് സനാതനമാണ്. വേദോഖിലോ ധർമ്മമൂലം, ധർമ്മം വേദത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. വേദം എല്ലാവർക്കും പ്രാപ്യമല്ലാത്തത് കൊണ്ട് വേദത്തിലെ തത്വങ്ങൾ തന്നെ ഇതിഹാസ പുരാണങ്ങളായിട്ട് ഋഷിമാർ നമുക്ക് തന്നു, സാധാരണക്കാർക്ക് വേണ്ടിയിട്ട്. ഉദാഹരണമായിട്ട് ഞാൻ പറയാം, സാക്ഷരത എന്നുള്ള പേര് നമ്മൾ സ്ഥിരം കേൾക്കണത്. സാക്ഷരത എന്ന് പറയുമ്പോൾ നമ്മളെന്താ ധരിക്കുന്നത്? ഇപ്പോൾ സാധാരണ ആളുകളെന്ന് വെച്ചാൽ അത്യാവശ്യം അക്ഷരങ്ങൾ എഴുതാൻ കഴിയുന്നൊരു, അത്യാവശ്യം വായിക്കാനും അതുപോലെ സ്വന്തം പേരെഴുതി ഒപ്പിടാനൊക്കെ അയാൾ സാക്ഷരനായി എന്നാണ്. അപ്പോൾ 100% സാക്ഷരത നേടിയ സ്റ്റേറ്റാണ് കേരളം എന്ന് പറയും. പക്ഷേ സാക്ഷരതയുടെ ശരിക്കുള്ള അർത്ഥമൊന്നുമല്ല, അതിസൂക്ഷ്മമാണ്. ആധ്യാത്മികമായിട്ട് അതിനൊരു വലിയൊരു മാനമുണ്ട്. സാക്ഷരം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അക്ഷരത്തോട് കൂടിയ ആൾ എന്നർത്ഥമാണ് സാക്ഷരം എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്താണ് അക്ഷരം എന്ന് പറഞ്ഞാൽ? എന്താണ് ക്ഷരമില്ലാത്തത്? അക്ഷരം. ക്ഷരം എന്ന് പറഞ്ഞാൽ എന്താണ്? നാശം. നാശമില്ലാത്തത് ഏതോ അതാണ് അക്ഷരം. ആ അക്ഷരത്തോട് കൂടിയത്. ഏതാണ് നാശമില്ലാത്തത്? ആത്മാവ് നിത്യമാണ്. അനാത്മാവായുള്ള ഈ നശ്വരമായി കാണുന്നതൊക്കെ ഉണ്ടായി നിലനിന്ന് നശിക്കും. അത് ക്ഷരം. ഭൂതങ്ങളൊക്കെ, അതായത് 15-ാം അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, ക്ഷരം എന്ന് പറഞ്ഞാൽ ഭൂതങ്ങൾ ഈ കാണുന്നതൊക്കെ ഉണ്ടായതൊക്കെ നശിക്കും. അക്ഷരം ആത്മബോധ തത്വം അത് ഒരിക്കലും ചൈതന്യം ഒരിക്കലും നശിക്കുന്നില്ല. ശരീരമൊക്കെ പോകുമെങ്കിലും ആ തത്വത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ് സാക്ഷരർ. സാക്ഷരതയുടെ വിപരീത പദമാണ് രാക്ഷസൻ. സാക്ഷര തിരിച്ചിട്ടാ രാക്ഷസായി. ഇപ്പോൾ നമുക്ക് രാമായണ തത്വം വേഗം മനസ്സിലാവും. സാക്ഷരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയ മനോബുദ്ധികളൊക്കെ ഈ ആത്മതത്വത്തോട് ചേർന്നുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും എല്ലാം തന്നെ ആത്മീയമായിട്ട് വരും. കാരണം അത് ലോകത്തിന് ശ്രേയസ്കരമായി, ലോകത്തിന് ധർമ്മമായിട്ടുള്ള അതാണ് ധർമ്മസ്യ പ്രഭുർ അച്യുത എന്ന് പറയുന്നത് മഹാഭാരതത്തിൽ. ധർമ്മത്തിൻ്റെ പ്രഭു അച്യുതനാണ്. അച്യുതൻ എന്നാൽ ച്യുതിയില്ലാത്തവൻ, നാശമില്ലാത്തവൻ, അത് അക്ഷരം തന്നെ. അപ്പോൾ ആ രാമോ വിഗ്രഹാൻ ധർമ്മ അല്ലേ, ഭഗവാൻ പരമാത്മാവായുള്ള ഭഗവാൻ എന്താണ്? ധർമ്മമൂർത്തിയാണ്, ധർമ്മത്തിൻ്റെ രൂപമാണ് ഭഗവാൻ. അപ്പോൾ ഈ ധർമ്മത്തിൻ്റെ മൂർത്തിയായുള്ള രാമൻ്റെ നേരെ വിപരീതമാണ് രാക്ഷസനായിട്ടുള്ള. കാരണം അവർ ബാഹ്യലോകത്തെയാണ്, അവർ ഭൗതികമായ ലോകത്തിലാണ് അവരുടെ ശ്രദ്ധ, രാക്ഷസന്മാരുടെയും അസുരന്മാരുടെയൊക്കെ. അപ്പോൾ ഈ ദേവാസുര യുദ്ധം എന്ന് പറഞ്ഞ പുരാണങ്ങളൊക്കെ കാണുന്നത് മുഴുവനും തന്നെ ഈ തത്വമാണ്. നമ്മുടെ ഉള്ളിൽ നടക്കുന്നതായുള്ള ധർമ്മവും അധർമ്മവും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. അപ്പം അതിൽ മനസ്സിലാക്കി ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയൊക്കെ നിയന്ത്രിച്ച് നമ്മളെല്ലാം രാക്ഷസീയ ആസുരഭാവങ്ങളെ മുഴുവൻ നശിപ്പിച്ച് നമ്മൾ ശാന്തിയെ പ്രാപിക്കണം. അതിനാണ് ഈ പുരാണങ്ങളൊക്കെ ഇതിഹാസങ്ങളെല്ലാം തന്നെ. പണ്ടൊക്കെ നമ്മുടെ എല്ലാ വീടുകളിലും ഒരു 10-60 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് കുടിൽ തൊട്ട് കൊട്ടാരം വരെ എല്ലാ വീടുകളിലും രാമായണം വിളക്ക് വെച്ച് വായിച്ചിരുന്നു, വളരെ ഭക്തിപൂർവ്വം. എത്ര അക്ഷരാഭ്യാസം ഇല്ലാതെ അത്യാവശ്യം അക്ഷരം അഭ്യാസമുള്ളവർക്ക് പോലും
എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. ഞാൻ ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് എന്നെ അമ്മ അഞ്ചാം ക്ലാസ് പഠിക്കുന്ന കാലത്തെ രാമായണം വായിപ്പിക്കും. രാമായണം അങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞ് അർത്ഥം പറഞ്ഞു തരും. അപ്പോൾ അത് ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് രാമായണം വലിയ ഇഷ്ടമാണ്. ഞായറാഴ്ച ദിവസം ഞാൻ രാമായണം എടുത്ത് വായിക്കുമ്പോൾ ധാരാളം തെറ്റിച്ച് ചൊല്ലുമ്പോൾ അവിടെ നമ്മുടെ വീട്ടിൽ ജോലിക്ക് വന്നിരുന്നൊരു സ്ത്രീയുണ്ട്, ഒരു മീനാക്ഷി അമ്മ, വയസ്സായ സ്ത്രീ. അവർ അന്ന് സ്കൂളൊന്നും ഇല്ല അവരെ കുട്ടിക്കാലത്ത്. അവർ ചിലപ്പോൾ പള്ളിക്കൂടത്തിൽ എഴുത്ത് പള്ളിക്കൂടത്തിലൊക്കെ പോയിട്ടുണ്ടായിരിക്കാം. പക്ഷെ അവർ എനിക്ക് തിരുത്തി തരും. അങ്ങനെയല്ല അവിടെ തെറ്റി, ഇങ്ങനെ പറയും, ഇങ്ങനെ ചൊല്ലും. അവർ കൂടെ ചൊല്ലും. അവരും പുസ്തകം വേണ്ട അവർക്ക്, അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ കൂടെ ചൊല്ലും. ഇപ്പോഴും രാമായണം കയ്യിലെടുത്താൽ എനിക്ക് അവരെ ഓർമ്മ വരും. ഞാൻ അവരെ ഗുരുസ്ഥാനത്താണ് കാണുന്നത്. അപ്പോൾ അന്ന് എല്ലാ വീടുകളിലും, മാത്രമല്ല അവർക്ക് രാമായണവും മഹാഭാരതമൊക്കെ അറിയാമായിരുന്നു. അവരെ ബുദ്ധിശക്തിയുള്ളവർക്ക്, കാരണം അവർക്കതൊക്കെ നല്ല ഹൃദയസ്ഥമായിരുന്നു. കാരണം അമ്മയും അവരും കൂടെ ഇങ്ങനെ രാമായണവും മഹാഭാരതമൊക്കെ ചർച്ച ചെയ്യണേ കേട്ടിട്ടുണ്ട്. അപ്പോൾ പണ്ട് എത്ര പാമരനായാലും പണ്ഡിതനായാലും എല്ലാ വീടുകളിലും രാമായണം വായിച്ചിരുന്നു. വള്ളത്തോട് മനോഹരമായിട്ടൊരു കവിതയുണ്ട്, തോണി യാത്ര. അദ്ദേഹം പൊന്നാനി വഴിയിൽ തോണിയിൽ യാത്ര ചെയ്യുക രാത്രി ചങ്ങാടത്തിൽ. അപ്പോൾ ആ സമയത്ത് ഈ തോണി തുഴയുന്നവർ അവർ തോണിയിലിരുന്ന് രാമായണം വായിക്കും. അപ്പോൾ രാത്രി സമയമായപ്പോൾ ഇദ്ദേഹം തോണിയിലിരിക്കുകയാണ്. അന്ന് ഈ വാഹന സൗകര്യമൊന്നും അധികം ആയിട്ടില്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തോട് വന്ന് ചോദിച്ചു, ഞങ്ങൾ കുറച്ച് രാമായണം വായിച്ചോട്ടെ ചോദിച്ചു. വളരെ സന്തോഷം. അദ്ദേഹം ശ്രോതാവായിട്ടിരുന്നു. വാൽമീകി രാമായണം മലയാളത്തിലേക്ക് വൃത്താനുവൃത്തം തർജ്ജമ ചെയ്ത ആളാണ്. കേരള വാൽമീകിയാണ് വള്ളത്തോൾ. അദ്ദേഹം ഈ എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ട് ഒരു വായിക്കുന്നത് കേൾക്കാനായിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് പറയാണ്, അതാണ് കാവ്യം സുഗേയം കഥരാഘവീയം കർത്താവ് തുഞ്ചത്തുളവായ ദിവ്യൻ ചൊല്ലുന്നതോ ഭക്തിമയസ്വരത്തിൽ ആനന്ദലബ്ധിക്കിനി എന്തു വേണം. നോക്കൂ, രാമായണം അങ്ങനെ അവർ ഭക്തിയിൽ ചൊല്ലുന്നുണ്ടെങ്കിലും ധാരാളം തെറ്റുകളൊക്കെ അവർക്ക് സംഭവിക്കുന്നുണ്ടെങ്കിലും അതൊന്നും അദ്ദേഹത്തിന് വിഷമം തോന്നിയില്ല. അദ്ദേഹം അതിലങ്ങനെ അനുഭൂതിയിൽ ലയിച്ചുപോയി. ആ റാന്തലിൻ്റെ വിളക്ക് അവർക്ക് ഒരു അലൗകിക ദീപമായിട്ട് അദ്ദേഹത്തിന് തോന്നി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അനുഭവമുണ്ട് തോണി യാത്ര എന്ന് പറഞ്ഞ കവിതയിൽ. അപ്പോൾ പറഞ്ഞുകൊണ്ടതാണ് എല്ലാ വീടുകളിലും രാമായണം വായിച്ചിരുന്നു. രാമായണം വായിക്കുമ്പോൾ ആ കുടുംബാന്തരീക്ഷം തന്നെ മാറും. കാരണം രാമായണം ഭക്തിപൂർവ്വം ഒരാൾ വായിക്കും. ആ കുടുംബാംഗങ്ങളെല്ലാം ചുറ്റുവട്ടം ഇരിക്കും, നിലവിളക്ക് കത്തിച്ചിട്ടുണ്ടാവും, നിലത്ത് ചമ്രം പടിഞ്ഞിരിക്കുകയാണ്. ഈ രാമായണം വായിക്കുന്ന സമയത്ത് ആ രാമായണത്തിലെ എല്ലാ ധർമ്മങ്ങളും അതിൽ ഓരോ കഥാപാത്രങ്ങളിലൂടെ, ഇപ്പോൾ പുത്രധർമ്മം, പിതൃധർമ്മം, മാതൃധർമ്മം, സഹോദരധർമ്മം, മിത്രധർമ്മം, ശത്രുധർമ്മം വരെ എല്ലാ ധർമ്മങ്ങളും അതിൽ നമുക്കത് അറിയാതെ തന്നെ ആ കഥയിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് കയറും. ഒരു ഉദാഹരണം പറയാം. രാമൻ കാട്ടിലേക്ക് പോകുന്ന സമയത്ത് ലക്ഷ്മണനും കൂടെ പോകുന്നു, സീതയും കൂടെ പോകുന്നു. അപ്പോൾ ഇങ്ങനെ എല്ലാവരുടെ യാത്ര പറഞ്ഞ് ലക്ഷ്മണൻ സുമിത്രയുടെ അടുത്ത്, അമ്മയുടെ അടുത്ത് പോയിട്ട് അനുവാദം വാങ്ങി അമ്മയെ നമസ്കരിച്ചു. അപ്പോൾ അമ്മ അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, രാമം, അത് എല്ലാവരും കേട്ടതായിരിക്കും, വളരെ പ്രസിദ്ധമായ ശ്ലോകമാണ്. രാമം ദശരഥം വിദ്ധി മാം വിദ്ധിം ജനകാത്മജ അയോധ്യ അടവീം വിദ്ധി ഗച്ഛതാത യഥാസുഖം. ഇതാണ് വാൽമീകി രാമായണത്തിലെ ഏറ്റവും പ്രസിദ്ധമായുള്ള ശ്ലോകം. ഇതാണ് അത് അന്വേഷിച്ചുകൊണ്ട് വരരുചി കേരളത്തിൽ വന്നതും അങ്ങനെ പറയപറ്റ് വന്തീരുകുലം ഉണ്ടായതെന്നൊക്കെ ഐതിഹ്യങ്ങളുണ്ട്. ഏതായാലാവട്ടെ, ഈ സമയത്ത് ഈ ലക്ഷ്മണനോട് പറയുന്നത് രാമനെ ദശരഥനായിട്ട് കണക്കാക്കിക്കൊള്ളണം, സ്വന്തം പിതാവാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം, ജ്യേഷ്ഠഭ്രാതാവ് അച്ഛന് തുല്യമാണ്. അതുപോലെ സീതയെ എന്നെപ്പോലെ കണക്കാക്കിക്കൊള്ളണം. മാംവിദ്യം ജനകാത്മജ സീത ഞാനാണെന്നും ധരിച്ചോളണം. അപ്പോൾ അച്ഛനുണ്ട്, അമ്മയുടെ കൂടെ. അയോധ്യ അടവിയും വിദ്യയും, അടവി കാട്ടിലേക്കാണല്ലോ പോണത്, കാട് അയോധ്യയാണെന്നും വിചാരിച്ചോളണം. ഗച്ഛതാത യുധാസുഖം, സുഖമായിട്ട് പോയി വരൂ 14 വർഷം. ഇത് ലക്ഷ്മണൻ ശരിക്കും സ്വീകരിച്ചു. കാട്ടിൽ 14 കൊല്ലം അങ്ങനെ കാട്ടിൽ യാത്ര ചെയ്തു. ആ സമയത്താണ് സീതയെ രാവണൻ കട്ടുകൊണ്ടുപോയി. ആ സമയത്ത് ഋഷ്യമുഖാചലത്തിൻ്റെ മുകളിൽ വാനരന്മാരെ കണ്ടപ്പോൾ സീതാദേവി ആഭരണങ്ങളൊക്കെ കഴിച്ച് അവിടെ ഇട്ടു. തിരഞ്ഞു വരികയാണെങ്കിൽ അവർക്കൊരു അടയാളം കിട്ടട്ടെ എന്നുള്ള വിചാരിച്ചു. അങ്ങനെ ഹനുമാൻ അവരെ കൊണ്ടുവന്ന് ഋഷ്യമുഖാചലത്തിൽ കൊണ്ടുവന്ന് സുഗ്രീവനായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞു, ഇങ്ങനെ വിമാനത്തിൽ ഒരു സ്ത്രീയെ ഒരു രാക്ഷസൻ കൊണ്ടുപോകുന്നത് ഞങ്ങൾ കണ്ടു. ആ സ്ത്രീ കരഞ്ഞുകൊണ്ട് രാമ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, കണ്ണീര് വറക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളെ കണ്ടപ്പോൾ ഒരു കിഴി താഴത്തേക്ക് ഇട്ടു. ഇത് ആഭരണങ്ങളാണ്, ഇത് അങ്ങയുടെ പത്നിയുടെയാണോ നോക്കാൻ പറഞ്ഞിട്ട് ശ്രീരാമൻ്റെ കയ്യിൽ കൊടുത്തു. ശ്രീരാമൻ ആ പൊതി അഴിച്ചപ്പോൾ
കണ്ണിൽ പറയും വെള്ളം നിറഞ്ഞു. കണ്ണിൽ വെള്ളം നിറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഈ ആഭരണങ്ങളോട് ചോദിക്കുക, നിങ്ങളും എന്നെപ്പോലെ തന്നെ ദേവിയെ വെടിഞ്ഞുവോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള രംഗങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ലക്ഷ്മണ, എനിക്ക് കാണാൻ കഴിയുന്നില്ല, എൻ്റെ കണ്ണിൽ വെള്ളം വന്നിറഞ്ഞിട്ട് എനിക്ക് കാണാൻ കഴിയുന്നില്ല, ഈ ആഭരണങ്ങൾ ദേവിയുടെ ആണോ എന്നറിയില്ല, നീ നോക്ക് എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മണനെ കൊടുക്കണം. ലക്ഷ്മണൻ ഓരോന്നിട്ട് നോക്കി, ന ജാനാമി കങ്കണം ന ജാനാമി കേയൂരം, എനിക്ക് കഴുത്തിലുള്ള ആഭരണങ്ങളൊന്നും അറിയില്ല, കയ്യിലുള്ള തോൾവള വളകൾ ഇതൊന്നും എനിക്കറിയില്ല. അപ്പോൾ ജാനാമി നൂപുരം, കാലിലെ പാദസരം എന്നല്ലേ പറയാം, അത് അറിയാം, അതെനിക്ക് ഞാൻ ദിവസം നിത്യം പാദാഭിമർശനം, ദിവസം പാദം നമസ്കരിക്കാറുണ്ട് അമ്മയാണെന്നുള്ള സങ്കല്പത്തിൽ. സുമിത്ര പറഞ്ഞ ഉപദേശം. ഈ സഹോദര ബന്ധം, സ്വന്തം ജ്യേഷ്ഠൻ്റെ പത്നിയെ മാതാവായിട്ട് കാണാനുള്ള സംസ്കാരം, ഇതൊന്നും പ്രത്യേകം ഒരു ക്ലാസ് കൊടുത്തിട്ടല്ല. ഇത് നമ്മൾ കേൾക്കുമ്പോഴേ, രാമായണം കേൾക്കുമ്പോഴേ നമ്മുടെ ഉള്ളിലേക്ക് ആ സംസ്കാരം നമുക്കുണ്ടാവും. അതുകൊണ്ട് വലിയ വലിയ കൂട്ടുകുടുംബങ്ങളൊക്കെ എത്ര ശാന്തി സമാധാനങ്ങളോടുകൂടിയാണ് നമ്മുടെ നാട്ടിൽ കഴിഞ്ഞിരുന്നത്. ഇന്നെല്ലാം നഷ്ടപ്പെടാൻ കാരണം ഇതൊക്കെ നമ്മൾ വിട്ടതുകൊണ്ടാണ്. ഈ സംസ്കാരത്തിൻ്റെ മഹത്വം എത്രയാണ്, ഋഷിമാരുടെ സംസ്കാരമാണത്. അതുകൊണ്ട് നമ്മളത് തീവ്രമായിട്ട് തന്നെ പ്രയത്നിച്ച് ഈ രാമായണത്തെ പ്രചരിപ്പിക്കണം. എല്ലാ വീടാന്തരം നമുക്ക് രാമായണം എത്തിക്കണം. അതുകൊണ്ടാണ് ഈ സനാതനധർമ്മം അങ്ങനെയാണ് നിലനിൽക്കുന്നത്. കാരണം ഇത് നമ്മൾ പ്രവർത്തിച്ചില്ലെങ്കിൽ നിലനിൽക്കും, ഇത് സനാതനമാണ്, അത് ഋഷിമാരുടെ വാക്കാണ്. പക്ഷേ നമുക്കാണ് നഷ്ടം പ്രവർത്തിച്ചില്ലെങ്കിൽ. സ്വല്പം അപ്യസ്യ ധർമ്മസ്യ ത്രായത്തെ മഹതോ ഭയാൽ എന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. ധർമ്മത്തിൻ്റെ അത്യല്പ ആചരണം പോലും മഹത്തായ ഭയത്തിൽ നിന്ന് മോചനം നൽകും. അതുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാം, രാമായണത്തെ പ്രചരിപ്പിക്കാനായിട്ട് പരമാവധി എല്ലാ വീടുകളിലും. ഈ കർക്കിടക മാസത്തിൽ മാത്രമല്ല, എല്ലാ ദിവസവും രാമായണം വായിക്കാം. പക്ഷേ കർക്കിടക മാസത്തിലെങ്കിലും വായിക്കട്ടെ എന്നുള്ള ഉദ്ദേശത്തിലാണ് 1982 വിശാല ഹിന്ദു സമ്മേളനത്തിൽ വെച്ചിട്ട് കർക്കിടക മാസം രാമായണ മാസമായിട്ട് പ്രഖ്യാപിച്ചത്. കാരണം അന്നെങ്കിലും വായിക്കട്ടെ എന്നുള്ള ഉദ്ദേശത്തിലാണ്. കാരണം കമ്മ്യൂണിസം വന്നതോടുകൂടിയിട്ട് നാസ്തികത്വം, അതായത് ഭൗതികവാദം വന്നതോടുകൂടിയിട്ട് ഈ വക എല്ലാം പഴഞ്ചനാണെന്നുള്ള മട്ടിൽ ഇത് കളഞ്ഞു. അങ്ങനെ രാമായണമൊക്കെ ഓരോ വീടുകളിലും ദ്രവിച്ച് പോയി തുടങ്ങിയ സമയത്താണ് നമ്മുടെ ആചാര്യന്മാർ ഇതിനെ മനസ്സിലാക്കി, ആ ആപത്ത് മനസ്സിലാക്കിയിട്ട് അതിപ്പോൾ ഏതായാലും നല്ല സമൂഹം അത് ഏറ്റെടുത്തു. അത് മാത്രമല്ല, അതിൻ്റെ പിന്നെ ഒരു ദൈവിക ഈശ്വരേച്ഛയുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം ആ കാലത്താണ് രാമാനന്ദ സാഗറിൻ്റെ രാമായണം സീരിയൽ വന്നത്. ടി വിയിൽ വന്നു. അന്ന് ടി വി പ്രചാരത്തിലായി. ടി വിയിൽ രാമായണം സീരിയൽ വന്നു. അതിൻ്റെ പുറമെ അപ്പോഴാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ പ്രശ്നം വന്നത്. ഇതെല്ലാം കൂടെ ഒരു ഈശ്വരീയമായിട്ടൊരു ഇച്ഛ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും. അത് പ്രവർത്തിക്കും. എപ്പോഴൊക്കെ ധർമ്മം ക്ഷയിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ ഭഗവാന്റെ അവതാരം ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ അത് വരും എന്നുള്ളത് നിയമമാണ്, പ്രപഞ്ച നിയമമാണ്, ഈശ്വര നിയമമാണത്. അതുകൊണ്ട് നമുക്കും അതിൽ കണ്ണികളാവാം, നമുക്കും പ്രവർത്തിക്കാം. എല്ലാവരും സ്വയം രാമായണം വായിക്കുക, പഠിക്കുക, അതിൻ്റെ തത്വങ്ങൾ അറിഞ്ഞിരിക്കണം. അറിഞ്ഞിട്ട് അത് പ്രചരിപ്പിക്കാനും അതിന് നമുക്ക് ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ശ്രീരാമപാദത്തിൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വളരെ നന്ദി സ്വാമിജി. ഇനി മുഖ്യപ്രഭാഷണത്തിനായി ബാലഗോകുലത്തിലെ ശ്രീ ഡി നാരായണ ശർമ്മയെ സാദരം ക്ഷണിക്കുന്നു. ഓം രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതീം നമത രാക്ഷസാന്തകം. അഭിവന്ദ്യ ഗുരുജനങ്ങളെ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഈ രാമായണ സന്ധ്യയിൽ രാമായണത്തെ അധികരിച്ച് വിവിധ രീതിയിലുള്ള കാഴ്ചപ്പാടുകളിൽ വിഷയങ്ങൾ ഇവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഒരു കാലത്ത് പഞ്ഞമാസത്തിൻ്റെ പ്രതീകമായ കർക്കടകം എന്ന് പറഞ്ഞിരുന്നത്
സ്വർഗീയ പരമേശ്വരൻ ഗോപാൽജി അത് ഓർമ്മിപ്പിച്ചു. കാരണം ഈ രാമായണ മാസാചരണ കാലത്ത് പരമേശ്വർജിയെ സ്മരിക്കാതിരിക്കുന്നത് നന്ദികേടായിരിക്കും. ആ പരമേശ്വർജിയുടെയൊക്കെ താല്പര്യപ്രകാരം നമ്മളത് ആ പേര് പോലും കർക്കടകം എന്നുള്ള ആ പേര് പോലും മാറ്റിയിട്ട് രാമായണ മാസം എന്ന പേരിന്ന് നിലവിൽ വന്നു. ഇന്ന് നമ്മൾ മാത്രമല്ല, ഹൈന്ദവ സംഘടനകൾ മാത്രമല്ല, സർക്കാർ മാധ്യമങ്ങൾ പോലും, ആകാശവാണി തുടങ്ങിയ സർക്കാർ മാധ്യമങ്ങൾ പോലും കർക്കിടക മാസം എന്ന് പറയുന്നില്ല, രാമായണ മാസത്തിൻ്റെ ഭാഗമായിട്ട് രാമായണ പാരായണം. അത്രമേൽ അതിന് ആ പ്രയോഗത്തിന് സ്വാധീനമുണ്ടായിക്കഴിഞ്ഞിരിക്കുകയാണ്. പുരാതന കാലം മുതൽ ആചരിച്ചു വന്ന ഒരനുഷ്ഠാനത്തിൻ്റെ പുനരാവിഷ്കാരമാണ് വാസ്തവത്തിൽ ഈ രാമായണ മാസ ആചരണം. ഹിന്ദുവിൻ്റെ ആത്മാഭിമാനം വീണ്ടെടുക്കുന്ന ഒരു സമ്പ്രദായമായി അതിനെ നമ്മൾ കണ്ടാൽ മതി. നഷ്ടപ്പെട്ടു പോയൊരു, നമുക്കറിയാം, ത്രേതായുഗത്തിൽ ജനിച്ച് അവതരിച്ച ആ ശ്രീരാമചന്ദ്രൻ്റെ കഥ അദ്ദേഹത്തിൻ്റെ തന്നെ സമകാലികനായിരുന്ന വാൽമീകി മഹർഷി എഴുതി. വാൽമീകി ഇത് എഴുതാനുണ്ടായ സാഹചര്യം നിങ്ങൾക്കൊക്കെ അറിയാം. തമസാ നദിയിൽ, തൻ്റെ ആശ്രമത്തിൻ്റെ സമീപത്തുള്ള തമസാ നദിയിൽ ആ സന്ധ്യാസ്നാനം കഴിഞ്ഞ് സന്ധ്യാബന്ധനവും കഴിഞ്ഞ് തിരിഞ്ഞ വാൽമീകി കണ്ട ഒരു കാഴ്ച, അവിടെ ഒരു വൃക്ഷക്കൊമ്പിൽ പരസ്പരം കൊക്കുരുമ്മി രസിച്ചുകൊണ്ടിരുന്ന രണ്ട് ക്രൗഞ്ചപക്ഷികൾ. അതിലൊന്നിനെ ഒരു വനവേടൻ, ക്രൂരനായ ഒരു വേടൻ വന്ന് അമ്പെയ്ത് വീഴ്ത്തുകയാണ്. എത്രമാത്രം ആനന്ദ നിർവൃതിയിൽ മുഴുകിക്കഴിഞ്ഞ ആ പക്ഷികളിൽ ആൺപക്ഷി ഇതാ അമ്പേറ്റ് താഴെ വീണ് പിടഞ്ഞു ചാകുന്നു. അതിൻ്റെ ഇണപ്പക്ഷി, പെൺപക്ഷി, താങ്ങാനാവാത്ത ദുഃഖത്തോടുകൂടി അതിൻ്റെ അടുത്ത് നിന്ന് വിലപിക്കുന്നു. ആ പെൺപക്ഷിയുടെ വേദന കണ്ട്, ദുഃഖം കണ്ട് ആ മഹർഷിയുടെ മനസ്സ് അലിഞ്ഞുപോയി, നൊന്തുപോയി. മഹർഷിമാർക്ക് വേദനയൊന്നും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ മനം നൊന്തു. മഹർഷി വേദനിച്ചത് ആൺപക്ഷി ചത്തത് കണ്ടിട്ടല്ല. മരണം മഹത്തുക്കളുടെ മനസ്സിനെ വേദനിപ്പിക്കില്ല. മഹർഷി വേദനിച്ചത്, വാൽമീകി വേദനിച്ചത് ജീവിച്ചിരിക്കുന്ന ആ പെൺപക്ഷിയുടെ ദുഃഖമാണ്. അതാണ് പിൽക്കാലത്ത് വയലാർ എഴുതിയത്, ഇണയെ വേർപെട്ട പക്ഷിതൻ ദുഃഖം. ഇണയെ വേർപെട്ട ആ പക്ഷിയുടെ ദുഃഖമാണ് വാൽമീകിയുടെ ഉള്ളിൽ ഉണ്ടായ ആ ശോകമാണ് ശ്ലോകമായി പരിണമിച്ചത്, ആദികാവ്യമായിട്ട് മാറിയത്. ശോകം ശ്ലോകമായി, ദുഃഖമാണ് കാവ്യമായിട്ട് മാറിയത്. വാൽമീകിയുടെ മനസ്സിലെ ഈ ദുഃഖം, അതാണ് മാ നിഷാദ പ്രതിഷ്ഠാം ത്വമകമ ശാശ്വതീ സമ യത് ക്രൗഞ്ചമിഥുനാദേകമവധി കാമമോഹിതമെന്ന് ശ്ലോകരൂപത്തിൽ. എന്താ ഞാനിത് പറഞ്ഞതെന്നോ? ശോകത്തിൽ നിന്നേ ശ്ലോകമുണ്ടാവുകയുള്ളൂ, ദുഃഖത്തിൽ നിന്നേ കവിതയുണ്ടാവുകയുള്ളൂ. മറ്റെത്രയോ രസങ്ങൾ, അത്യാഹ്ലാദം, ഞാൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുക, എൻ്റെ ഹൃദയത്തിൽ നിന്ന് കാവ്യം രൂപം കൊള്ളുകയില്ല. നീറിപ്പിടിക്കുന്ന ആ ദുഃഖത്തിൽ നിന്ന്, ആ ദുഃഖവികാരം, അതുകൊണ്ടല്ലേ കരുണം ഒരു രസം താൻ വസ്തുഭേദേന നാനാപരിണതയെ വഹിച്ചിടുന്നിതേ മാറി. കരുണരസത്തിൽ നിന്ന്, ശോകത്തിൽ നിന്നേ ശ്ലോകമുണ്ടാവുകയുള്ളൂ. ദുഃഖം, ആ സ്ഥായിയായ ഭാവം ദുഃഖമാണ് മനുഷ്യൻ്റെ മനസ്സിൽ. അത് മനുഷ്യൻ്റെ മനസ്സിനെ ശുദ്ധീകരിക്കുന്ന ഭാവമാണ്. മനുഷ്യൻ്റെ മനസ്സിലുള്ള എന്തെല്ലാം ദുർവികാരങ്ങളും ദുഷ്ടചിന്തകളുമൊക്കെ ഉണ്ടെങ്കിലും അതിനെയൊക്കെ ശുദ്ധീകരിച്ച് മനസ്സിനെ നന്മയിലേക്ക് നയിക്കുന്നതാണ് ദുഃഖം, അല്ലേ? വ്യഥ പോലെ അറിവോതിടുന്ന സൽഗുരുവും മർത്യനു വേറെയില്ലതാന്ന് കുമാരനാശാൻ പാടിയിട്ടുണ്ട്. മനുഷ്യൻ്റെ മനസ്സ് വ്യഥ, ആ മനസ്സിൽ വ്യഥയുണ്ടായാൽ നമ്മുടെ മനസ്സ് മുഴുവൻ ശുദ്ധമാകും. ദുഃഖത്തിൽ നിന്ന് മാത്രമേ മനസ്സ് ശുദ്ധമാവുകയുള്ളൂ. ആ ദുഃഖത്തിൽ നിന്നാണ്, ആ ശോകത്തിൽ നിന്നാണ് രാമായണം എന്ന കാവ്യം രൂപം കൊണ്ടത്. അതുകൊണ്ട് രാമായണകാവ്യം ആമൂലാഗ്രം തുടക്കം മുതൽ ഒടുക്കം വരെ ദുഃഖമാണ്.
പരമേശ്വർജി രാമായണത്തെപ്പറ്റി പ്രഭാഷണം പറയുമ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞൊരു വാക്കെൻ്റെ മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞു കിടന്നു. എന്താണ് ആ സെൻറ്റൻസ് എന്നോ? വിശ്വദുഃഖത്തിൻ്റെ കണ്ണാടിയാണ് രാമായണം. എൻ്റെ വാക്കല്ല, പരമേശ്വർജിയുടെ വാക്ക്. നിങ്ങളൊന്ന് വീട്ടിൽ ചെന്നൊന്ന് ആലോചിച്ച് നോക്കണം. വിശ്വദുഃഖത്തിൻ്റെ കണ്ണാടിയാണ് രാമായണമെന്ന്. ഈ വിശ്വത്തിൽ, പ്രപഞ്ചത്തിൽ ഏതെല്ലാം തരം ദുഃഖമുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കൂ. വിരഹദുഃഖമുണ്ട്, പിതൃദുഃഖമുണ്ട്, പുത്രദുഃഖമുണ്ട്, മാതൃദുഃഖമുണ്ട്. അങ്ങനെ എത്രയെല്ലാം ദുഃഖങ്ങൾ. ആ ദുഃഖങ്ങളെല്ലാം രാമായണത്തിലുണ്ട്. ഞാനിപ്പോൾ ഇത് സൂചിപ്പിക്കുന്നേ ഉള്ളൂ. വിസ്തരിച്ച് പറയാൻ എനിക്ക് കഥകൾ ഓരോന്നും പറഞ്ഞു പറയാൻ നമുക്ക് നേരമില്ല. നിങ്ങൾ വീട്ടിൽ ചെന്ന് ഈ പറഞ്ഞതിൻ്റെ പൊരുൾ വെച്ചുകൊണ്ടൊന്ന് ചിന്തിച്ച് നോക്കി, ഏതെല്ലാം തരം ദുഃഖം അവിടെ ഉണ്ടെന്ന്. സീതാദേവിയുടെ ദുഃഖം, ശ്രീരാമചന്ദ്രൻ്റെ ദുഃഖം, ദശരഥൻ്റെ ദുഃഖം, കൈകേയിയുടെ ദുഃഖം, സുമിത്രയുടെ ദുഃഖം, ലക്ഷ്മണൻ്റെ ദുഃഖം, ശൂർപ്പണഖയുടെ ദുഃഖം, ബാലിയുടെ ദുഃഖം, താരയുടെ ദുഃഖം, സുഗ്രീവൻ്റെ ദുഃഖം, എന്തിന്? രാവണൻ്റെ ദുഃഖം, കുംഭകർണൻ്റെ ദുഃഖം. അല്ലേ? വേറെ ദുഃഖമില്ലാത്തത് നമ്മുടെ ഹനുമാൻ സ്വാമിക്ക് മാത്രമേ ഉള്ളെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലേ? സർവ ദുഃഖങ്ങളും അതിനകത്തുണ്ട്. ആ ദുഃഖമാണ് രാമായണം എന്ന കാവ്യത്തിൻ്റെ അന്തർധാര. അതുകൊണ്ട് തന്നെ മനുഷ്യ മനസ്സിനെ ശുദ്ധീകരിക്കുവാൻ രാമായണത്തിന് കഴിയും. അതുകൊണ്ടാണ് രാമായണത്തിന് ഇത്രയേറെ പ്രചാരം നമ്മുടെ നാട്ടിൽ കിട്ടിയത്. രാമായണത്തിന് നമ്മുടെ നാട്ടിൽ, ഈ കൊച്ചു കേരളത്തിൽ എത്രമാത്രം സ്വാധീനമുണ്ടെന്ന് ഒന്ന് അന്വേഷിച്ച് നോക്കിയപ്പോഴാണ് ഈ ഒരു കാലത്ത് സർക്കാർ പോസ്റ്റ് ഓഫീസുകളിൽ പിൻ കോഡ്, പോസ്റ്റൽ ഇൻഡക്ഷൻ കോഡ്, ഓരോ പോസ്റ്റ് ഓഫീസിനും ഓരോ നമ്പർ. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ നമ്പർ നമുക്കറിയാം 695-013 നമ്മുടെ പിൻകോഡ് അതാണ്, വട്ടിയൂർക്കാവിൻ്റെ. അല്ലേ? എല്ലാ പോസ്റ്റ് ഓഫീസിനും നമ്പർ കൊടുത്തു. അത് വന്നിട്ട് ഏതാണ്ട് 40 വർഷമായുള്ളൂ. അതിന് മുമ്പ് പിൻകോഡൊന്നുമില്ല. അന്ന് എല്ലാവരും എന്തിനാ ഇങ്ങനെ ഒരു നമ്പർ ഓരോ പോസ്റ്റ് ഓഫീസിനും എന്ന് ചോദിച്ചപ്പോൾ പോസ്റ്റൽ അന്ന് ഈ BSNL ഒന്നുമല്ല, പോസ്റ്റൽ തപാൽ, പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ് എന്നാണ് പറയുക. അതിൻ്റെ ഡയറക്ടർ ജനറൽ ഒരു മീറ്റിങ്ങിൽ പറഞ്ഞു. കാരണം എന്തെന്നോ? ഒരു ഉദാഹരണം അദ്ദേഹം അന്ന് പറഞ്ഞത് ഞാനിപ്പോൾ ഓർക്കുകയാണ്. എന്താണെന്നോ? നിങ്ങളൊരു കത്ത് അയക്കുക, പേരെഴുതി, വീട്ടുപേരെഴുതി, താഴെ രാമപുരം PO എന്ന് കത്ത് പോസ്റ്റ് ചെയ്യുന്നു. തപാൽ വകുപ്പ് അതിൻ്റെ RMSകാരെ സോർട്ട് ചെയ്യും. രാമപുരം PO ഇതെങ്ങോട്ട് അയക്കണം? എന്താണെന്ന് സംശയം. പോസ്റ്റ് ഓഫീസുള്ള പ്രധാനപ്പെട്ട 56 രാമപുരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. രാമപുരം എന്ന പേരിൽ 56 സ്ഥലമുണ്ട്. ഈ പോസ്റ്റൽ വകുപ്പിൽ ഏത് സ്ഥലത്തേക്കാണ് അന്ന് സങ്കല്പിച്ചാണ് ഇത് അയക്കുന്നത്? അപ്പോൾ എന്ത് ചെയ്യുന്നു? ഓരോ സ്ഥലത്തിന് നമ്പർ ആവുകയാണെങ്കിൽ ഇതാ നമ്പറിലേക്ക് അയച്ചാൽ മതി. ഞാനിത് പറഞ്ഞു പോസ്റ്റൽ വകുപ്പിനെ പ്രകീർത്തിക്കാനല്ല. ഈ നാട്ടിൽ രാമപുരം എന്ന പേരിൽ 56 സ്ഥലമുണ്ടെങ്കിൽ ആ രാമൻ്റെ പുരമാണ് രാമപുരം. തിരുവനന്തപുരത്തും ഉണ്ട് ആ മണക്കാടടുത്തൊരു രാമപുരം. സാക്ഷാൽ രാമപുരത്ത് വാര്യർ രചിച്ച കോട്ടയം ജില്ലയിലെ മീനച്ചിലെ രാമപുരം, ഒരു ശ്രീരാമക്ഷേത്രമൊക്കെ ഉണ്ട് അവിടെ. ഇല്ലേ? നമ്മൾ കായംകുളത്തപ്പുറത്തേക്ക് പോകുമ്പോൾ അവിടെ ഉണ്ടൊരു രാമപുരം. കണ്ണൂർ ജില്ലയിലുണ്ടൊരു രാമപുരം. ഒക്കെ രാമപുരമാണ്. വെറുതെ പേരിടുവോ രാമപുരമെന്ന്? ശ്രീരാമനുമായിട്ട് അത്ര വൈകാരിക ബന്ധം ആ പ്രദേശത്തുണ്ട്. നമ്മുടെ ഏതാ പറയുക, ശബരിമല, അവിടെ ശബരിപീഠമില്ലേ? സാക്ഷാൽ ശ്രീരാമസ്വാമി മോക്ഷം നൽകിയ, താൻ കടിച്ചിട്ട് കൊടുത്ത, ഭക്ഷിച്ച് മധുരമുണ്ടോ പഴുത്തതാണോ എന്ന് കടിച്ചിട്ട് പരീക്ഷിച്ചിട്ട് ഭക്ഷിക്കാൻ കൊടുത്തു പ്രസാദമായി ശ്രീരാമന് നിവേദ്യമായിട്ട്. ഒരു നീചനാരി, വേടനാരിയുടെ ഉച്ഛിഷ്ടം പഞ്ചാരപ്പാൽപ്പായസം പോലെ ഭുജിച്ചില്ലേ ശ്രീരാമചന്ദ്രൻ? ആ ശബരിയുടെ പീഠം ശബരിമല രാമായണവുമായിട്ട് ബന്ധമില്ലേ? ഇപ്പുറത്ത് പമ്പാസരസ്ഥലം എഴുത്തച്ഛൻ എത്ര സുന്ദരമായിട്ട് വർണ്ണിച്ചിരിക്കുകയാണ് ആ പമ്പയുടെ സൗന്ദര്യം രാമായണത്തിൽ. ശ്രീരാമൻ ദശരഥൻ്റെ പിതൃകർമ്മം ചെയ്തത് പമ്പയിലാണ് രാമനുമായിട്ടുള്ള. അവിടെ ഇന്നിപ്പോൾ പാർക്കിംഗ് ഗ്രൗണ്ട് എന്ന് പറഞ്ഞ ശബരിമല ആ പമ്പയ്ക്ക് അക്കരെ ആ കുന്നു നിരത്തി ഒരു പ്രദേശമുണ്ട്. അവിടെയാണ് ഈ ബാലി കയറാമല. ബാലിയെ പേടിച്ച് പാവം സുഗ്രീവൻ അവിടെ വിറച്ചുകൊണ്ട് കഴിഞ്ഞത്. ഋഷ്യമൂകാചലം
അവിടെയല്ലേ? അല്ലേ? എന്തിനു? നമ്മുടെ ജടായുപാറ, ചടയമംഗലം, ജടായുവിനെ രാവണൻ ചന്ദ്രഹാസം കൊണ്ട് വെട്ടി വീഴ്ത്തിയ ആ ജടായുപാറ, അത് നമുക്കറിയാം. ചടയമംഗലം നമ്മൾ പോയി കാണുന്നില്ലേ? വയനാട്ടിലേക്ക് പോയാൽ ആ പുൽപ്പള്ളിയിൽ ഒരു സീതാദേവി ക്ഷേത്രമുണ്ട്. എന്തൊരു അനുഭൂതിയാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ. സീതയുടെ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടും. ഇത്തരത്തിൽ നമ്മുടെ കേരളത്തിലെമ്പാടും ആ രാമസാന്നിധ്യം, രാമകഥയുമായി ഇവിടെ ബന്ധപ്പെട്ട് പത്തനംതിട്ട ജില്ലയിലുമൊക്കെ നിരവധി ക്ഷേത്രങ്ങളുണ്ട്. അത്രമാത്രം അങ്ങനെയുള്ള രാമൻ ജീവിച്ചിരുന്നോ എന്ന് ഗവേഷണം നടത്തുന്നവരുടെ മണ്ടത്തരത്തെപ്പറ്റി നമുക്കെന്താ പറയാൻ സാധിക്കുക? പുതിയ തലമുറയ്ക്ക് പുച്ഛമാണൊക്കെ, ഇല്ലേ? NV കൃഷ്ണവാര്യർ വളരെ പ്രസിദ്ധനായ ഒരു ഇടതുപക്ഷ സഹയാത്രികനായ കവിയായിരുന്നു. പണ്ഡിതനാണ് കേട്ടോ. അദ്ദേഹം ഒരു കവിത എഴുതിയിട്ടുണ്ട്. ഞാൻ ആ കവിത മുഴുവൻ വിവരിക്കാൻ നേരമില്ല. അമ്മയും മകനും തുഞ്ചനും കവിതയുടെ പേരാണ്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട് ആ കവിത. അമ്മയും, നിങ്ങളും ചിലരും പഠിച്ചിട്ടുണ്ടാവും. മലയാളത്തോടൊക്കെ അത്ര വലിയ ആവേശമില്ലാത്തതുകൊണ്ട് മറന്നു പോയിട്ടുണ്ടാവും. NV കൃഷ്ണവാര്യർ എഴുതിയിരിക്കുന്നത് കവിതയുടെ പേര് അമ്മയും മകനും തുഞ്ചനും. തുഞ്ചത്തെഴുത്തച്ഛൻ. അറിയാൻ കഴിഞ്ഞില്ല തുഞ്ചനെ. പഠിച്ചുകൊണ്ടിരുന്നപ്പോഴേ എഴുത്തച്ഛനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, അല്ലേ? ശ്രമിച്ചതില്ല അറിയാൻ. എഴുത്തച്ഛനെ അറിയാനായിട്ട് ശ്രമിച്ചില്ല. കാരണം അറിഞ്ഞിട്ട് കാര്യമെന്തിരിക്കുന്നു. എഴുത്തച്ഛനെ പറ്റി പഠിച്ചാൽ സർക്കാർ ഉദ്യോഗം കിട്ടുമോ? പക്ഷേ ഒറ്റ ശല്യം, ചോദ്യമുണ്ടാണ്ടോടാണ്ട്. എല്ലാ വർഷവും ആനുവൽ എക്സാമിനേഷന് എഴുത്തച്ഛനെ പറ്റി ചോദ്യമുണ്ട്. ഭാഷാപിതാവാര്, എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാരെന്നൊക്കെ പറഞ്ഞ് ഈ ചോദ്യ രൂപത്തിൽ വന്ന് ശല്യപ്പെടുത്തുക കാരണവർ. കോളേജിൽ കടന്നതിൽ പിന്നെ ആ ബോറും തീർന്നു. ആരാ ബോറ്? എഴുത്തച്ഛൻ. ഇതൊരു ശല്യമായിരുന്നു ചോദ്യ രൂപത്തിൽ വന്ന്. കോളേജിൽ കയറിയപ്പോൾ ആ ശല്യമില്ല. കാരണം എന്താ? സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി എടുത്താൽ മതി. ഇപ്പം ഹിന്ദിയേക്കാളൊക്കെ ഏതാ പരിഗണന? അറബി. മലയാളം പഠിക്കുകയേ വേണ്ട, വേഗം ഫുൾ മാർക്ക് വാങ്ങിച്ച് ജയിക്കുക. അതുകൊണ്ട് കോളേജിൽ ചേർന്നതിന് ശേഷം പിന്നെ നാളിതേവരെ പിന്നെ ദ്രോഹിച്ചിട്ടില്ല തുഞ്ചൻ. എഴുത്തച്ഛൻ പിന്നെ ശല്യപ്പെടുത്താൻ ഇങ്ങോട്ട് പോന്നിട്ടേ ഇല്ല. 10ാം ക്ലാസ് വരെ ശല്യമായിരുന്നു കേട്ടോ. ഇന്നു ഞാൻ മറുനാട്ടിൽ കേമനാം ഉദ്യോഗസ്ഥൻ. ഇന്ന് ഞാൻ ഗൾഫിലാണ്. വലിയ എന്താ പറയുക, ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങി ചെന്നു ചേരണം നാട്ടിൽ. ലീവിനെ നാട്ടിൽ പോകണം. കാരണം എന്താ? ക്രിസ്തുമസല്ലോ വന്നു. ഓണമല്ല വന്നേ കേട്ടോ, വിഷുവല്ല വന്നത്, തിരുവാതിരയും വിദ്യാരംഭവും ഒന്നുമല്ല, ക്രിസ്തുമസ്. അപ്പം ലീവിൽ പോകണം നാട്ടിൽ, അല്ലേ? എഴുത്തയച്ചേൻ. വയസ്സായിരിക്കുന്നു അമ്മയ്ക്ക്. അമ്മ പ്രായം ചെന്നിരിക്കുക. അമ്മയോട് ഒരു വൈകാരിക ബന്ധമുണ്ട് കേട്ടോ. അമ്മയ്ക്ക് എഴുത്തയച്ചു, അമ്മേ ഞാൻ അവധിക്ക് നാട്ടിലേക്ക് വരുന്ന മാസം വരികയാണ്, അമ്മയ്ക്ക് എന്തു വേണം? എഴുത്താ കേട്ടോ. അന്ന് ഈ ഫോണൊന്നുമില്ല, വളരെ മുമ്പുള്ള ഒരു കവിതയാണ്. കത്തയച്ചു. എന്തു വേണമെന്ന് അമ്മ അറിയിച്ചാൽ മതി, ഞാൻ കൊണ്ടുവരും. ഒരു ലിസ്റ്റും കൂടെ. റേഡിയോ, ബൈനോക്കുലർ, വാച്ച്, ഫ്രിഡ്ജ് എന്നും പറഞ്ഞുകൊണ്ടൊരു ഇതിലേത് വേണം അമ്മയൊന്ന് ടിക്ക് ചെയ്തിങ്ങ് അയച്ചാൽ മതി. മകൻ കാത്തിരുന്നു അമ്മയുടെ മറുപടി വന്നു. ആവേശത്തോടെ എന്താണെങ്കിലും അമ്മയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് പൊട്ടിച്ചു. ആ കത്ത് നിവർത്തി. അമ്മ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? അമ്മ ചോദിച്ചു, കുട്ടൻ കീറിയൻ രാമായണം അങ്ങു നിന്നൊരു നല്ല ബൈൻഡുള്ളതെത്തിക്കണേ. മോൻ ആവശ്യപ്പെട്ടത് എന്താണെന്നറിയാം? മോനെ ഇവിടുത്തെ കുട്ടൻ കൊച്ചുകുട്ടി, പേരക്കുട്ടി, ഞാൻ എന്നും വായിക്കുന്ന രാമായണമുണ്ട്, അവൻ കളിക്കുന്നതിനിടയ്ക്ക് ഈ പുസ്തകം വലിച്ച് കീറിക്കളഞ്ഞു. ഇപ്പോൾ അതിൻ്റെ കടലാസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി, പേജുകളൊക്കെ മാറിക്കിടക്കുന്നു. അവിടെ എനിക്ക് സുഗമമായിട്ടത് വായിക്കാൻ പറ്റുന്നില്ല. മോൻ വരുമ്പം അങ്ങ് നിന്ന് എവിടെ? ഗൾഫിൽ നിന്ന്, അറബി നാട്ടിൽ നിന്ന് ഒരു നല്ല ബാൻഡ്, നല്ല കാലിക്കോ ബാൻഡൊക്കെയുള്ള ഒരു രാമായണം കൊണ്ടുവരണേന്ന്. ഇങ്ങനെയാണ് ആ കവിത. എന്നിട്ട് ആ കവിത അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണെന്നോ എനിക്ക്. അമ്മ കണ്ടിരിക്കുന്നു തുഞ്ചനെ. അമ്മയ്ക്ക് ഈ റേഡിയോയും ബൈനോക്കുലറും ഫ്രിഡ്ജും, അല്ലേ, അതിനേക്കാളൊക്കെ വിലപ്പെട്ടത് രാമായണമാണ്. അതിലും വിലപ്പിടിപ്പുള്ളത് ആ അമ്മയ്ക്ക്. ഈ അമ്മ ആരാ? പോയ തലമുറ, കഴിഞ്ഞ തലമുറ. ആ പോയ തലമുറയ്ക്ക് ഏറ്റവും വിലപ്പിടിപ്പുള്ളത് രാമായണമാണ്. അമ്മ കണ്ടിരിക്കുന്നു തുഞ്ചനെ.
പക്ഷേ മകൻ അമ്മയ്ക്കായി ആ കാർന്നോരെ എങ്ങു ചെന്നന്വേഷിപ്പൂ. അമ്മയ്ക്ക് വിട്ടിട്ട് എവിടെയാ ഗൾഫിൽ ഈ പുസ്തകം കിട്ടുമോ? ഇത്രയുള്ള കവിത. ഈ രണ്ട് തലമുറകൾ തമ്മിലുള്ള വൈരുദ്ധ്യം എത്ര വ്യക്തമായിട്ട് 10ാം ക്ലാസ്സിൽ പഠിക്കാനുണ്ടായിരുന്നു ആ കവിത അല്ലേ? ഇതാണ് എഴുത്തച്ഛൻ്റെ മഹത്വം. അത്തരത്തിലുള്ള ഒരു അന്തരീക്ഷമാണ് നമുക്കുള്ളത്. ആ രാമായണം വായിക്കുമ്പോൾ തുടങ്ങുമ്പോൾ തന്നെ എഴുത്തച്ഛൻ്റെ ആ ഭാഷാ ഭംഗി, ആ എഴുത്തച്ഛൻ എങ്ങനെയാണ് തുടങ്ങുന്നത്? ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമാജയ. ഈ 4 സംബോധന നിങ്ങൾ നോക്കൂ. വെൽക്കം ശ്രീരാമ രാമ രാമ ജയ, അതവിടെ കിടക്കട്ടെ. ആദ്യം ആരാണ് പറഞ്ഞത്? ശ്രീരാമചന്ദ്രൻ. ചന്ദ്രൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, കുളിർ നിലാവ് ചൊരിയുന്ന അമൃത സമാനമായ രശ്മി ചൊരിയുന്നത്. അപ്പം മനസ്സിൽ കുളിർമ നൽകുന്നയാളാണ് ശ്രീരാമചന്ദ്രൻ. ചന്ദ്രനാണ്. ചന്ദ്രനായിട്ട് നിന്നാൽ പോയതാ, ഉയരണം, വളരണം. രണ്ടാമത്തെ ഘട്ടത്തിൽ ശ്രീരാമഭദ്രനായി. ശ്രേഷ്ഠൻ, ഭദ്രത, മഹത്വം കൽപ്പിക്കുന്ന ആ ഉന്നതിയിലേക്ക്. അപ്പോൾ ശ്രീരാമചന്ദ്രനിൽ നിന്ന് ശ്രീരാമഭദ്രനിലേക്ക്. അത് കഴിഞ്ഞപ്പോഴോ സീതാഭിരാമനായി. സീതയ്ക്ക് അഭിരാമൻ, അഭിരമിക്കുന്നവൻ, ആനന്ദം നൽകുന്നവനാണ്. സീതയെ ആനന്ദിപ്പിക്കുന്നവൻ. അത് കഴിഞ്ഞാൽ സീതയെ മാത്രം ആനന്ദിപ്പിച്ചാൽ പോരാ, ലോകാഭിരാമൻ, ലോകത്തിനെ മുഴുവൻ ആനന്ദിപ്പിക്കുന്ന രാമൻ. നിങ്ങൾ നോക്കൂ, ആ പടിപടിയായിട്ടുള്ള രാമൻ്റെ ആ നിലവാരത്തിൻ്റെ കയറ്റമെടുത്തോടെയാണ് രാമായണത്തിൻ്റെ തുടക്കം. നമ്മളൊക്കെ ചന്ദ്രന്മാരാണ്. ആ ചന്ദ്രന്മാരായ നമ്മൾ ഭദ്രന്മാരായിട്ട് ഉയരണം. നല്ല ഗൃഹസ്ഥരായിട്ട് സീതയ്ക്ക് അഭിരാമനായിട്ട് മാറണം. ലോകത്തിന് മുഴുവൻ ആ എന്താ പറയുക, സംരക്ഷണം നൽകുന്നവനായിട്ട് മാറണം. എത്ര നല്ല രീതിയിലുള്ള ആ തുടക്കം കവിതയുടെ. അങ്ങനെ ആ കവിത തുടങ്ങിയിട്ട് ഞാൻ 1-2 ബിന്ദുക്കൾ മാത്രം സൂചിപ്പിച്ചിട്ട് അവസാനിപ്പിക്കാൻ. സമയമില്ലാത്തത് കൊണ്ടാണ്, പറഞ്ഞാൽ തീരില്ല അല്ലേ. ഈ ആ ലക്ഷ്മണൻ എന്ന കഥാപാത്രം, ശ്രീരാമൻ്റെ പട്ടാഭിഷേകം മുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും കത്തി ജ്വലിച്ചല്ലേ ഇങ്ങോട്ട് വന്നത്. ശോകരോഷങ്ങൾ നിറഞ്ഞു നേത്രാഗ്നിനാ ലോകങ്ങളെല്ലാം ദഹിച്ചു പോകും വണ്ണം. ശോകവും രോഷവും സങ്കടവും ദേഷ്യവും. ചേട്ടൻ്റെ പട്ടാഭിഷേകം മുടങ്ങി, അതിൻ്റെ സങ്കടം. ആ കൈകേയിയല്ലേ, അച്ഛനും കൂടെ ചേർന്ന ഗൂഢാലോചന, ദേഷ്യം. ഇത് രണ്ടും കൂടെ അങ്ങോട്ട് വന്നിട്ട് കത്തി ജ്വലിച്ചങ്ങോട്ട് ചെല്ലുകയാണ് രാമൻ്റെ അടുത്തേക്ക്. കാരണം സഹോദര സ്നേഹത്തിൻ്റെ ഏറ്റവും ഉത്തമ നിദർശനമാണ് ലക്ഷ്മണകുമാരൻ. ലക്ഷ്മണൻ ചോദിച്ചു, ചേട്ടൻ എങ്ങോട്ടാ? ഞാൻ വിടില്ല അല്ലേ, ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഭ്രാന്തചിത്തം ജഡം വൃദ്ധം വധൂജിതം ശാന്തേതരം ത്രപാഹീനം ഷഠപ്രിയം. ആരെപ്പറ്റിയാണ് പറയുന്നത്? അച്ഛനെപ്പറ്റി. സ്വന്തം അച്ഛനെപ്പറ്റി ദശരഥൻ പറയുകയാണ്. ഭ്രാന്തചിത്തം, അച്ഛൻ്റെ ചിത്തം ഭ്രാന്ത് പിടിച്ചതാണ്. അച്ഛന് വട്ടാ ചേട്ടാ. ജഡം, ശവം അച്ഛനെയാണ്. ഞാൻ എഴുത്തച്ഛൻ എഴുതിയ വരികളാണ് പറയുന്നത്. ഭ്രാന്തചിത്തം ജഡം വൃദ്ധം, മുതുകളവൻ, മുക്കി പല്ല് മുളച്ചു അല്ലേ. വൃദ്ധം വധൂജിതം, പെൺകോന്തൻ. ആ കൈകഴുകി ഒന്ന് കണ്ണുരുട്ടിയപ്പോഴത്തേക്കിനും അയ്യോ പേടിച്ചു പറച്ചു. ശാന്തേതരം, ഒരു ശാന്തതയുമില്ലാത്തവൻ. ത്രപാഹീനം, നാണം കെട്ടവന്. ആരാ? ലക്ഷ്മണൻ പറയുകയാണ് അച്ഛനെപ്പറ്റി. നമുക്ക് യോജിക്കാൻ പറ്റില്ല. പക്ഷേ എന്താ എഴുത്തച്ഛൻ്റെ അല്ലെ വാൽമീകിയുടെ ലക്ഷ്യം എന്താണ്? ഏറ്റവും എന്താ പറയുക, ജ്യേഷ്ഠനെ ദൈവത്തെക്കാൾ ആരാധിക്കുന്ന ഒരു അനുജൻ്റെ വാക്കാണ്. ആ അച്ഛനെ ബന്ധിച്ച്, താതനെ അച്ഛനെ പിടിച്ച് ബന്ധിച്ചിട്ട് ഞാൻ അന്തകം വീട്ടിലയച്ച് യമപുരിക്ക് അയക്കാൻ പോവുക ഇപ്പം. എന്നിട്ട് ചേട്ടൻ്റെ അഭിഷേകം ഞാൻ ഇപ്പം നടത്തി തരാം എന്ന് പറഞ്ഞൊരു പുറപ്പാടില്ലേ. ഇന്നത്തെ ചേട്ടന്മാർ, ഇന്നത്തെ രാമന്മാരാണ് എന്ത് പറയും? അങ്ങനെ വേണം എടാ, അങ്ങനെ വേണം, ചോദിക്കാനും പറയാനും ആൾ വേണം അല്ലേ, ആ ഭരണത്തിൽ അള്ളിപ്പിടിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ കളിയാക്കി പറയും, ഓ അത്രയ്ക്കൊക്കെ കഴിവുണ്ടോ അച്ഛൻ ആരാന്ന് അതിൻ്റെ വിചാരം, ചെല്ലങ്ങോട്ട് അച്ഛനെ കൊല്ലാനായിട്ട് വിവരം അറിയും എന്നൊക്കെ പറഞ്ഞ് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി വിടും. പക്ഷേ ഒരൊറ്റ വാക്ക്
ഒരൊറ്റ സംബോധന എനിക്ക് രാമായണത്തിലെ ഏറ്റവും ഹൃദ്യമായിട്ട് തോന്നിയ, മർമ്മമായിട്ട് തോന്നിയത് എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ ആ കത്തി ജ്വലിച്ച് അച്ഛനെ കൊന്നിട്ട് അടങ്ങുകയുള്ളൂ എന്ന് പറഞ്ഞ് ചീറിപ്പായെന്ന് ആ ലക്ഷ്മണനെ വിളിച്ചില്ലേ? നിങ്ങളൊക്കെ ലക്ഷ്മണോപദേശത്തിൽ പഠിച്ചിട്ടില്ലേ? വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം. എന്താ വത്സ? വാത്സല്യം നിറഞ്ഞവനെ അല്ലേ? രണ്ടാമത്തെ സംബോധനയാണ് ഞാൻ എടുത്തു പറയുന്നത്. സൗമിത്രേ, മുഴുവൻ ദഹിപ്പിച്ചു കളയെന്ന് പറയുന്ന ലക്ഷ്മണനെ വിളിച്ചത് എന്താ? സൗമിത്രേ. എന്താ ഈ സൗമിത്രി? സുമിത്ര ചെറിയമ്മയുടെ മോനെ. ആ ഒരു വിളി കേട്ടപ്പം കത്തിക്കാളി നിന്ന ലക്ഷ്മണനങ്ങ് തണുത്ത് ഐസിനേക്കാൾ തണുത്ത് വിളിച്ചതെന്തെന്നാ? സുമിത്ര ചെറിയമ്മയുടെ മകൻ സൗമിത്രി, സുമിത്രയുടെ പുത്ര. കൈകേയിയുടെ പുത്രനെ നമുക്കറിയാം എങ്ങനെ ഇരിക്കുമെന്ന്. കൈകേയിയുടെ പുത്രൻ മോശമൊന്നുമല്ല, ഭരതൻ കേട്ടോ, പാവം. കൗസല്യയുടെ പുത്രൻ അതുമല്ല. പകയുമില്ല, ഒന്നുമില്ലാത്ത ആ സുമിത്ര ചെറിയമ്മയുടെ വയറ്റിൽ കിടന്ന് 10 മാസം കിടന്ന് ജനിച്ചതല്ലേ? നിൻ്റെ സിരകളിലൂടെ ഒഴുകുന്നത് സുമിത്ര ചെറിയമ്മയുടെ രക്തമല്ലേ? നിനക്ക് പറ്റുമോ അച്ഛനെ കൊല്ലാൻ, ക്രൂരപ്രവൃത്തി ചെയ്യാൻ എന്നൊക്കെയുള്ള എല്ലാ അർത്ഥവും ആ ഒരു വിളിയിൽ വന്നു. എനിക്കിത് ചെയ്യാൻ പറ്റില്ല എന്ന്. ഞാനിനി ഒരൊറ്റ പോയിന്റിലേക്ക് തുടർച്ചയായിട്ട് ചിലത് ബന്ധിപ്പിച്ച് പോകാനുള്ള സമയം നമുക്കില്ല. അതുകൊണ്ട് രാമായണം ആമൂലാഗ്രം തത്വചിന്താപരമാണ്. വെറും രാമൻ്റെയും സീതയുടെയും കഥയല്ല, തത്വചിന്തയാണ് വാൽമീകി അതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിലൊരു സന്ദർഭം മാത്രം എടുത്ത് കാട്ടി അതിലെ തത്വചിന്ത നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്, പുതിയതൊന്നുമല്ല. സീതാന്വേഷണം. സീതയെ തേടി വാനരന്മാരെ 4 ദിക്കിലേക്കും സുഗ്രീവൻ അയക്കുന്നു. രാമന് കൊടുത്ത വാഗ്ദാനം ബാലിയെ വധിച്ചു കൊടുത്തു, അതിന് പകരം സീതയെ കണ്ടെത്തും. 4 ദിക്കിലേക്കും ലക്ഷക്കണക്കിന് വാനരന്മാരെ അയക്കുകയാണ്. അത് പരാക്രമശാലികളായ വാനരന്മാരാണ്, 1 2 ലക്ഷക്കണക്കിന് വാനരന്മാരെ, വടക്കോട്ടും കിഴക്കോട്ടും തെക്കോട്ടും പടിഞ്ഞാട്ടും. അതിൻ്റെ യുക്തിഭംഗത്തെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തിനാ ഈ 4 ദിക്കിലേക്കും വാനരന്മാരെ അയച്ചത്? അതിൻ്റെ ആവശ്യമുണ്ടോ? രാമായണത്തിൽ പല ഭാഗത്തും ഈ യുക്തിഭംഗം എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അതൊന്നും ഇപ്പോൾ ചർച്ച ചെയ്യാൻ പറ്റില്ല, വേറൊരു വേദിയിലാണ് ചർച്ച ചെയ്യാം. അപ്പോൾ ഈ യുക്തിഭംഗം എന്താ? സീത എവിടെയാ? സീത ലങ്കയിൽ. രാവണൻ തട്ടിക്കൊണ്ടുപോയി. രാവണൻ്റെ രാജ്യം തെക്കാ അല്ലേ? ഇതെങ്ങനെ അറിഞ്ഞു? ജടായു പറഞ്ഞറിഞ്ഞു. രാമനൊക്കെ ജടായു പറഞ്ഞു മരിക്കുന്നതിന് മുമ്പ്, ഇതാ രാവണനാണ് കൊണ്ടുപോയത്, ഞാൻ രാവണനോട് ഏറ്റുമുട്ടി, രാവണൻ പുഷ്പക വിമാനത്തിൽ ദേവിയെ ലങ്കയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്, അതുകൊണ്ട് ലങ്കയിലാണെന്ന് അറിയാം. രണ്ടാമത് ഇപ്പം സ്വാമിജി പറഞ്ഞ ആ രംഗം വളരെ പ്രസിദ്ധമാണ്. എനിക്ക് ആ ശ്ലോകം പറയണമെന്ന് കരുതിയാണ് ഞാൻ വന്നത്. അല്ലേ? നാഹം ജാനാമി കേയൂരേ നച്ച ജാനാമി കുണ്ടലേ. അല്ലേ? സീതാദേവിയുടെ ആഭരണങ്ങൾ ലക്ഷ്മണൻ ആദ്യം തിരിച്ചറിയാൻ പറ്റിയില്ല. പാദസരം മാത്രം, നൂപുരം മാത്രം കണ്ട് തിരിച്ചറിഞ്ഞ ആ ലക്ഷ്മണൻ്റെ മഹത്വം പറഞ്ഞു. ആ ആഭരണം തിരിച്ചറിഞ്ഞത് സീതയുടേതാണെന്ന് ബോധ്യമായപ്പോൾ ഉറപ്പായി സീതയെ കൊണ്ടുപോയത് രാവണനാണ്, ലങ്കയിലാണെന്ന്. അപ്പം ലങ്കയിലാണെന്ന് ഉറപ്പാ. ലങ്ക തെക്ക. എങ്കിൽ പിന്നെ എന്തിനാ ഈ വടക്കോട്ട് കുറേ എണ്ണത്തിനെ വിട്ടത്? കുറേ എണ്ണത്തിന് പടിഞ്ഞാട്ടും കിഴക്കോട്ടും വിട്ടത് എന്തിനാ? എല്ലാവരും അങ്ങ് തെക്കോട്ട് അയച്ചാൽ പോരായിരുന്നോ? നമുക്ക് ആ വടക്കോട്ട് പോകുന്ന കുരങ്ങന്മാരോട് ചുമ്മാ ഒന്ന് ചോദിക്കാം. കുരങ്ങന്മാരല്ലേ, വാനരന്മാർ എന്നല്ലേ പറയുന്നത്. വാ നര. ഈ വാ എന്ന് വെച്ചാൽ സംസ്കൃതത്തിലെ വികൽപ്പ നിപാതമാണ്, ഇംഗ്ലീഷിലെ ഓർ. രാമ വാ കൃഷ്ണ, രാമനോ കൃഷ്ണനോ അല്ലേ? അപ്പോൾ വാ നര എന്ന് വെച്ചാൽ എന്താ അർത്ഥം? നരനാണോ മനുഷ്യനാണോ എന്ന് തോന്നുന്നു. രൂപം കണ്ടാൽ ഒറ്റ നോട്ടത്തിന് മനുഷ്യനാണെന്ന് തോന്നുമെന്നേ ആ വാക്കിൻ്റെ അർത്ഥമുള്ളൂ. വാനരൻ അല്ലേ? വാനരന്മാരല്ലേ, ചാവല്യമുണ്ട് അല്ലേ? നമുക്ക് അവരോടൊന്ന് ചോദിക്കാം, വടക്കോട്ടാ പോണേ കേട്ടോ, ലക്ഷക്കണക്കിന്. കുരങ്ങന്മാരെ നിങ്ങളെവിടെ പോവുക? ഞങ്ങൾ സീതയെ അന്വേഷിച്ച് പോവുക. വലിയ ആത്മാഭിമാനത്തിലാണ്. സീത എവിടെയാ? അതെന്തൊരു ചോദ്യമാണ്. സീത ലങ്കയിൽ. ലങ്ക എവിടെയാ? ലങ്ക തെക്ക്. നിങ്ങളെങ്ങോട്ട് പോവുക? ഞങ്ങൾ വടക്കോട്ട് പോവുക.
കിഴക്കോട്ട് പോകുന്നവരും ഇത് തന്നെ പറയും. സീതയെ തേടിയാ പോണത്, സീത തെക്കാണ്, ഞങ്ങൾ കിഴക്കോട്ട് പോകുന്നു, പടിഞ്ഞാട്ടും പോകുന്നു. അവരുടെ ഈ പോക്കിൽ യുക്തിയില്ല അല്ലേ? തെക്കോട്ട് പോകുന്നവരോട് മാത്രം പറഞ്ഞാൽ സീത തെക്കാ, ഞങ്ങൾ തെക്കോട്ട് പോകണു. ഇത് ഇത്തിരി യുക്തിയുണ്ട്. ആലോചിച്ചിട്ടുണ്ടോ ഇതിൻ്റെ തത്വചിന്ത? സീത എന്നാൽ സാക്ഷാൽ പരമാത്മാവിൻ്റെ പ്രതീകമാണ്. ജീവാത്മാവ് പരമാത്മാവ് എന്ന് രണ്ട് തലം. പരമാത്മാവ് ഈശ്വരൻ്റെ പ്രതീകം. നമ്മളൊക്കെ ജീവാത്മാക്കളാണ്. ഞാനും നിങ്ങളും ജീവജാലങ്ങളൊക്കെ ജീവാത്മാക്കളാണ്. ഈശ്വരനെ തേടി അലയുന്ന ജീവാത്മാക്കളാണ് നമ്മൾ. ആ പരമാത്മാവിൽ ചെന്ന് വിലയം പ്രാപിച്ച് സായുജ്യമടയുവാൻ, മോക്ഷം പ്രാപിക്കാൻ കൊതിച്ച് അതാണ് ഈ ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നതും നാമം ജപിക്കുന്നതും പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നതുമൊക്കെ ആ പരമാത്മാവിൽ നമ്മളെ ആത്മാവ് ലയിച്ച് ചേർക്കാനാണ്. അപ്പം ഈശ്വരാന്വേഷികളാണ് നമ്മളൊക്കെ. ആ പരമാത്മാവിനെ തേടുക. ഈ കുരങ്ങന്മാരൊക്കെ ഉണ്ടല്ലോ, ആ പരമാത്മാവിനെ കണ്ടെത്തി അതിൽ വിലയം പ്രാപിക്കാൻ കൊതിക്കുന്ന ജീവാത്മാക്കളാണ്. അതിൻ്റെ പ്രതീകമാണ്. ഈശ്വരാന്വേഷികളാണ് ആയ മനുഷ്യർക്ക് തുല്യമാണ് ഈ സീതാന്വേഷികളായ കുരങ്ങന്മാർ. ആ അന്വേഷിച്ച് പോയതിൽ 4/1 ഭാഗവും അറിഞ്ഞുകൊണ്ട് നേരെ സീത ഇരിക്കുന്ന സ്ഥലത്തിന് ആ പരമാത്മാവിൻ്റെ ദിശയിൽ നിന്ന് വിപരീത ദിശയിൽ സഞ്ചരിക്കുന്നു. നിങ്ങളൊന്ന് മനസാക്ഷിയോട് ചോദിച്ചേ, നിങ്ങളിൽ പലരും വടക്കോട്ട് പോകുന്ന കുരങ്ങന്മാരല്ലേ? വടക്കോട്ട് പോകുന്ന കുരങ്ങ അറിഞ്ഞുകൊണ്ട് ദൈവത്തിന് നിരക്കാത്ത വിപരീത ദശ. ഇത് ചെയ്യുന്ന തെറ്റാ. ഈ വഴിക്ക് പോയാൽ ഈശ്വരങ്കിൽ എത്തുകയില്ലെന്ന് അറിയാം. അറിഞ്ഞുകൊണ്ട് ദൈവത്തെ കാണുകയും വേണം, പക്ഷേ അതിന് പൊരുത്തപ്പെടാൻ സാധിക്കുന്നില്ല. വേറെ 2 കൂട്ടർ വിപരീത ദിശയിൽ. ആകെയുള്ള ഈശ്വരാന്വേഷണികളിൽ 4/1 മാത്രമേ ഈശ്വരാഭിമുഖമായിട്ട് സഞ്ചരിക്കുന്നുള്ളൂ. ഏതാ? തെക്കോട്ട് പോകുന്ന കുരങ്ങന്മാരെ. അതിലെങ്കിലും ഒന്ന് പെട്ടു കിട്ടിയിരുന്നെങ്കിൽ ഇല്ലേ? ആ വിഭാഗത്തിൽ ചെന്ന് ആ പോയ ലക്ഷക്കണത്തിൽ ഒരാൾക്കല്ലേ ആ ദേവിയുടെ പരമപദത്തിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചുള്ളൂ ഹനുമാൻ സ്വാമിക്ക്. ഒന്നാലോചിച്ച് നോക്കൂ, ലക്ഷോപലക്ഷം ഈശ്വരാന്വേഷികളിൽ ഒരാൾക്ക് മാത്രമേ ആ പരമാത്മാപദത്തിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് 1 out of 1000, 1000-1. ആ 1000-1 എനിക്കും നിങ്ങൾക്കും സാധിക്കണമെങ്കിൽ എത്രമാത്രം നമ്മൾ ജാഗ്രത പാലിക്കണം എന്ന താക്കീതാണ് ആ കഥയിലൂടെ വാൽമീകി നൽകുന്നത്. തസ്മാത് ജാഗ്രത ജാഗ്രത. നമസ്കാരം. ഇനി നമുക്ക് പുരസ്കാര സമർപ്പണമാണ്. മാധവസേവാ പുരസ്കാരവും ഹിന്ദു വിശ്വസേവാ പുരസ്കാരവുമാണ്. മാധവസേവാ പുരസ്കാരം ഹിന്ദു കേസരി ഡോക്ടർ ശ്രീനിവാസൻ തമ്പുരാനാണ്. അവാർഡ് കൊടുക്കുന്നതിനായി ശ്രീ സെൻകുമാർ സാറിനെയും സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിനായി സ്വാമി ഹിന്ദു വിശ്വസേവാ പുരസ്കാരത്തിനായി ബ്രഹ്മശ്രീ ഡോക്ടർ MS ശ്രീരാജ് കൃഷ്ണൻ പോറ്റിയാണ്. അവാർഡ് കൊടുക്കുന്നതിനായി ശ്രീ സെൻകുമാർ സാറിനെയും സർട്ടിഫിക്കറ്റ് കൊടുക്കണം. ഡോക്ടർ ശ്രീനിവാസൻ തമ്പുരാൻ പ്രഭാഷകനും ആധ്യാത്മിക പ്രവർത്തകനുമാണ്. 2024 ഹിന്ദു കേസരി പുരസ്കാര ജേതാവാണ്. ബ്രഹ്മശ്രീ ഡോക്ടർ MS ശ്രീരാജ് കൃഷ്ണൻ പോറ്റി അഖില തന്ത്രി പ്രചാരക് സഭാ ചെയർമാൻ, സുദർശനം പ്രതിഷ്ഠാനം സൊസൈറ്റി പ്രസിഡന്റ്, വെള്ളായണി സമരനായകൻ, ബ്രാഹ്മിൻ സർവീസ് സൊസൈറ്റി സംസ്ഥാന അധ്യക്ഷൻ എന്നീ നിലകളിൽ പ്രശസ്തനാണ്. മുന്നാക്ക സമുദായങ്ങളുടെ ഉന്നമനത്തിനായി സദാ പ്രവർത്തിക്കുന്നു. ചാനൽ ചർച്ചകളിൽ സജീവമായ മുഖമാണ്. നിരവധി സാമുദായിക വിഷയങ്ങളിൽ ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്.
ഈ വർഷത്തെ തിരുവിതാംകൂർ നൃത്തോത്സവ വിജയികൾക്കുള്ള പുരസ്കാര സമർപ്പണമാണ് ഇന്ന്. ജൂനിയർ വിഭാഗത്തിലെ 1ാം സമ്മാനം കുമാരി ഭദ്ര ശങ്കർ. സർട്ടിഫിക്കറ്റും ക്യാഷ് അവാർഡും സ്വീകരിക്കുന്നതിനായി വിജയിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പുരസ്കാരം കൊടുക്കാനായി ശ്രീ കഴിഞ്ഞ വർഷം നടത്തിയ ഭരതനാട്യ മത്സരത്തിൽ ജൂനിയർ വിഭാഗത്തിൽ 1ാം സമ്മാനം നേടിയ ഭദ്ര ശങ്കറിനാണ് ഇപ്പോൾ പുരസ്കാരം നൽകുന്നത്. കുമാരി നിത്യ OR, കുമാരി വൈഗ AR. രണ്ടുപേരെയും പുരസ്കാരം സ്വീകരിക്കാനായി ക്ഷണിക്കുന്നു. സീനിയർ വിഭാഗത്തിലെ 1ാം സമ്മാനം 2 പേർക്കായിട്ട് പങ്കിട്ട് കൊടുക്കുകയായിരുന്നു. തുല്യമായ പെർഫോമൻസ് കാഴ്ചവെച്ച 2 പേർക്ക് പുരസ്കാരവും ക്യാഷ് അവാർഡും നൽകുകയാണ്. ഇനി വേദബ്രഹ്മ രാഷ്ട്രോദ്ധാരണ ട്രസ്റ്റ് 4 പേർക്ക് ജീവിത സഹായം നൽകുന്നു. ഈ ജീവിത സഹായം നൽകാനായി ഡോക്ടർ ശ്രീനിവാസൻ തമ്പുരാനെ ക്ഷണിക്കുന്നു. ശ്രീ കോമളൻ, ശ്രീ കോമളൻ, വേദബ്രഹ്മ രാഷ്ട്രോദ്ധാരണ ട്രസ്റ്റ് ഇത് നമ്മളുടെ സനാതനധർമ്മത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘം ആൾക്കാരുടെ കൂട്ടായ്മയാണ്. ഇത് മറ്റൊന്നുമല്ല, എന്നോട് ഇത് കൊടുക്കാൻ വേണ്ടി മാത്രമേ പറഞ്ഞുള്ളൂ. ഞങ്ങളുടെ ഈ ട്രസ്റ്റ് ചുമ്മാണ്ട് ആർക്കും ഒന്നും കൊടുക്കാറില്ല. എനിക്ക് സമയം 12 മിനിറ്റ് എന്ന് അവിടെ എഴുതിയിരുന്നു. ഒരു പക്ഷേ അത് മിസ്സായി പോയതാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും സംസാരിക്കാണ്ട് കൊടുക്കുന്നത് നല്ലതല്ല. ഈ 4 പേർ ആരാണെന്ന് വെച്ചാൽ മുന്നോട്ടൊന്ന് വരിക, എനിക്ക് അവരോട് സംസാരിക്കാനുണ്ട്. 4 പേര് ആരൊക്കെയാണ്? അവിടെ നിന്നോളൂ. ഒരു മിനിറ്റ്. ബാക്കി 2 പേര് ആ ക്ഷേത്ര പ്രദേശത്ത് ഒരു സനാതനധർമ്മ വിശ്വാസിയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുവാൻ പാടില്ല. ആ ഒരു ഉദ്ദേശം ഒരു ക്ഷേത്രത്തിനുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ ഈ സനാതനധർമ്മത്തിന് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവില്ല. അന്നേരം നിങ്ങൾ ചോദിക്കുക എന്താ അവസ്ഥയെന്ന്. നമുക്ക് കാണാം ബംഗ്ലാദേശിൽ. കണ്ടൂടെ? ഞാൻ പറയുന്നത് സാമ്പത്തികമായിട്ട് മുന്നോക്കം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആരോഗ്യപരമായിട്ട് മുന്നിൽ വരും, എല്ലാ കാര്യത്തിലും മുന്നിട്ട് വരും. നിങ്ങൾക്ക് ഓടാനും കഴിവ് വരും. ഓടുന്നത് എന്തിനാണെന്നറിയോ? ഇന്ന് കേരളത്തിലെ അവസ്ഥ അതാ. ബംഗ്ലാദേശിൽ സംഭവിച്ച് നിങ്ങളെല്ലാം കണ്ടോ? അതിൻ്റെ തലേ രാത്രി കിടന്നുറങ്ങുന്നിടം വരെ അവർക്കിതൊന്നും അറിയില്ലായിരുന്നു. രാവിലെ ഇന്ന് ഭാരതത്തിൽ നിന്നും പഠിക്കുവാൻ പോയിരിക്കുന്ന പെൺകുട്ടികളെ, 20ഉം 25ഉം വയസ്സുള്ള പെൺകുട്ടികളെ അവർ റോഡിൽ കൊണ്ട് വിൽക്കപ്പെടുന്ന ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. ഇതൊക്കെ നിങ്ങൾ അറിയണം. നിങ്ങളുടെ പെൺകുട്ടികളെ ആയോധന കല അഭ്യസിപ്പിക്കണം. അതുപോലെ തന്നെ ഞാൻ അമ്പലക്കാരോട് പറയാണ്, നിങ്ങളുടെ അമ്പലത്തിലുള്ള ആൾക്കാരെ എല്ലാം, ആ പ്രദേശത്തിലുള്ള ആൾക്കാരെ എല്ലാം ആയോധന കല അഭ്യസിപ്പിച്ചേ മതിയാവുള്ളൂ. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഓടാനെങ്കിലും പഠിപ്പിക്കുക. കാരണം വാള് നിങ്ങൾക്ക് വേണ്ടി തയ്യാറായി കഴിഞ്ഞു. നിങ്ങൾ ഇവിടെ നിന്ന് ഇത് കാണത്തില്ല. ഞാൻ ഡൽഹിയിൽ നിന്ന് വരുന്നവനാണ്. കേരളത്തിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇതൊരു വാണിംഗ് ആയിട്ട് മാത്രം കരുതുക. നിങ്ങളുടെ പ്രദേശത്തുള്ള സനാതനധർമ്മ വിശ്വാസികളെ ആയോധന കല പഠിപ്പിച്ചില്ല എങ്കിൽ ബംഗ്ലാദേശ് ഓർമ്മ വെക്കുക, കാശ്മീർ ഓർമ്മ വെക്കുക. നിങ്ങളുടെ വീട്ടിൽ പെൺമക്കൾ കാണും, കൊച്ചുമക്കൾ കാണും. അവരുടെ മുഖം ഇന്ന് രാത്രിയിലെങ്കിലും നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. നിങ്ങളുടെ വീട്ടിൽ കൊച്ചുമക്കളില്ലേ? എല്ലാവരുടെയും വീട്ടിൽ കാണുമല്ലോ, കൊച്ചു പെൺകുഞ്ഞുങ്ങൾ കാണില്ലേ? അവരുടെ മുഖം ആലോചിക്കുക. അവരുടെ പിച്ചി ചീന്തും ഭീകരന്മാർ, നിങ്ങളുടെ അയൽവട്ടത്തുള്ളവർ, നിങ്ങളുടെ ഈ സമൂഹത്തിന് ചുറ്റുമുള്ളവർ, നിങ്ങൾ തന്നെയാണ് അവരെ ഇത്ര ശക്തികാരാക്കിയത്. എങ്ങനെയാണെന്നറിയാമോ?
നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ ഇവരുടെ കയ്യിൽ നിന്ന് സാധനം വാങ്ങിച്ചിട്ട് അവർക്ക് ലാഭമുണ്ടാക്കി അവർക്ക് നിങ്ങളുടെ കഴുത്ത് മെരുക്കുവാനുള്ള വാളിനുള്ള പൈസ നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തിരിക്കുക. ഞാനീ പറയുന്ന ഒരക്ഷരത്തിൽ പോലും ഈ ക്ഷേത്രത്തിനോ എന്നെ വിളിച്ചിരിക്കുന്ന ഇവർക്കോ യാതൊരു ബാധ്യതയുമില്ല. ഇതെൻ്റെ മാത്രം വാക്കുകളാണ്. ഇതാരെങ്കിലുമൊക്കെ നോട്ട് ചെയ്തിട്ട് ഒരു പക്ഷേ എനിക്കെതിരെ കേസെടുക്കാം. സെൻസുകുമാർ സാറിനറിയാം ഞാനിവിടെ നിന്ന് മതം വിളമ്പി എന്ന് പറഞ്ഞുകൊണ്ട്. എന്ത് വിളമ്പിയാലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ എൻ്റെ ധർമ്മം, എൻ്റെ സനാതന ധർമ്മം കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്നത് എൻ്റെ മാത്രം ചുമതലയാണ്. നിങ്ങളുടെ നിങ്ങളുടെ സനാതന ധർമ്മം നിങ്ങളുടേതാണോ അല്ലയോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടേതാണെന്ന് ഏത് നിമിഷം നിങ്ങൾക്ക് തോന്നുന്നുവോ ആ നിമിഷം നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി മനസ്സിൽ വരും. പൈസ ഉണ്ടാക്കി നിങ്ങളുടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാൻ വരുന്ന ആൾക്കാർ റെഡിയായിട്ട് നിങ്ങളുടെ അയൽപക്കത്തുണ്ട്. ഇന്ന് നിങ്ങളുടെ തോളിൽ കൈയിട്ട് നിൽക്കും, നാളെ നിങ്ങളുടെ കഴുത്തിൽ അവർ കത്തിവെക്കും. ഇത് നടന്ന സംഭവങ്ങളാണ്. ഉദാഹരണങ്ങൾ അനേകം നമ്മളുടെ മുന്നിലുണ്ട്. ജയ്പൂരിൽ നടന്ന എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? കൂട്ടുകാരൻ്റെ മകളുടെ കല്യാണത്തിന് കടം വാങ്ങിപ്പോലും 5 ലക്ഷം രൂപ കടം കൊടുത്ത ഒരുത്തൻ്റെ കഴുത്തിന് മാത്രമല്ല ശരീരം മൊത്തം വാള് വെച്ച് ഇവൻ തന്നെ വെട്ടിക്കൊന്നിരിക്കുന്നു. എന്തിനാണെന്നറിയാവോ? ഏതോ ഒരു മനുഷ്യൻ, ഏതോ ഒരു സ്ത്രീ അവരുടെ മതത്തെ കുറ്റം പറഞ്ഞു. ആ കുറ്റം പറഞ്ഞതിനെ അദ്ദേഹം ഒരു സമ്മതം മൂളിയതുള്ളൂ. അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. കൂട്ടത്തിൽ തോളിൽ കൈയിട്ട് നടന്നുകൊണ്ടിരുന്നവൻ തലവെട്ടി. ഇത് നിങ്ങൾ മനസ്സിലാക്കുക ഓരോരുത്തരും. ഇന്ന് നിങ്ങൾ മതേതരത്വം പറയാം. ഇത് കേരളത്തിൽ മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങളുടെ ചിന്തകൾ മാറ്റുക. ഒരു പക്ഷേ എനിക്ക് 12 മിനിറ്റ് തരാതിരുന്നത് മനഃപൂർവ്വം ആണോ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എൻ്റെ ഭാഷണം ഇങ്ങനെയാണ്. എനിക്ക് പ്രഭാഷണം ചെയ്യാറില്ല. ഇദ്ദേഹം എന്നോട് ചോദിച്ചു സന്യാസം സ്വീകരിച്ചോ എന്ന്. നമ്മുടെ നാട്ടിൽ 2 തരത്തിലുള്ള സന്യാസിമാരെ കാണാം. ഒന്ന് സന്യാസി വര്യന്മാർ, 2 ഷിബു സ്വാമികൾ. ഈ 2 തരമുള്ളൂ കേരളത്തിൽ, ഇല്ലേ? ഞാനിത് 2ലും പെടുന്നതല്ല. ഞാൻ എൻ്റെ കർമ്മം കൊണ്ട് നമ്മുടെ ധർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി. നിങ്ങൾക്ക് എന്തുകൊണ്ടായിക്കൂടാ? നിങ്ങളും ആവണം, ആയേ മതിയാകുള്ളൂ. ഞാൻ ക്ഷേത്ര ഭാരവാഹികളോട് പറയാണ്, ഇങ്ങനെ ദിവസവും ഇവിടെ പൂജ നടത്തിക്കൊണ്ട് കഥയില്ല. ഉദാഹരണം ഞാൻ പറയാം. ബംഗ്ലാദേശിൽ ഇസ്കോൺ ക്ഷേത്രത്തിൽ 1000കണക്കിന് ഈ പറയുന്ന വാളും വെച്ചുകൊണ്ട് നടക്കുന്നവന്മാർക്ക് കൊറോണ സമയങ്ങളിൽ 1000കണക്കിന് ആൾക്കാർ ഭക്ഷണം വെച്ച് കൊടുത്ത സ്വാമിയെ നിഷ്ഠൂരം വെട്ടിക്കൊന്നു. ഇപ്പം നടന്നതാണ്. ഇതൊന്നും നിങ്ങൾ കാണുന്നില്ലേ? ആ ഒരു വീഡിയോ വന്നു അത് മറക്കി എനിക്ക് കാണണ്ട, എനിക്ക് വേറെ കാണണമെന്ന് പറയും. എനിക്ക് വിഷമം വരുമെന്നാണ് പറയുന്നത്. ഒരു വീഡിയോ തുറന്നു വെച്ച് ഒരു സനാതനധർമ്മ വിശ്വാസിയുടെ മുന്നിൽ വെച്ച് നമ്മൾ കാണാൻ ശ്രമിച്ചാൽ അവർ പറയും അത് അതൊക്കെ എന്തിനാണ് കാണുന്നതെന്ന്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറഞ്ഞു വന്നത്, നമ്മളുടെ സമൂഹത്തിൽ ഈ ക്ഷേത്ര പരിസരത്ത് ഒരു സനാതനധർമ്മ വിശ്വാസിയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുവാൻ പാടില്ല. അതിനുള്ള ഉത്തരവാദിത്വം ഈ ക്ഷേത്ര സമിതിക്കാണ്. ഇത് നിങ്ങളൊന്നും ചെയ്യണ്ട. നിങ്ങളൊരു തുടക്കം മാത്രം കുറിച്ചാൽ മതി. താനെ ആൾക്കാർ വന്നോളും. സമൂഹത്തിൽ ആഢ്യന്മാരായിട്ടുള്ള ധനികന്മാരായിട്ടുള്ള ഒരുപാട് വ്യക്തികളുള്ള പ്രദേശമാണിത്, ഇല്ലേ? അവർ വിചാരിച്ചാൽ ഇങ്ങനെ 4 പേര് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമോ? വേറെ ഏത് സമൂഹത്തിലുണ്ട് ഇങ്ങനെയുള്ള 4 പേര്? നിങ്ങൾ പറയൂ. എനിക്ക് വിഷമമുണ്ട്. കാരണം എൻ്റെ ധർമ്മത്തിൽ ഇടപെട്ടവരാണിവർ. നിങ്ങൾക്കൊന്നും കണ്ണ് കാഴ്ചയില്ലേ? ഞാൻ ഡൽഹിയിൽ നിന്ന് വന്നുകൊണ്ട് എനിക്ക് എന്തും പറഞ്ഞിട്ട് പോവാം ഇവിടുന്ന്. എനിക്ക് നാണക്കേടുണ്ട്, നിങ്ങൾക്ക് നാണക്കേടില്ലേ? ഡൽഹിയിൽ നിന്ന് ഒരുത്തം വന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. ഞാനീ പറയുന്നതെല്ലാം റെക്കോർഡ് ചെയ്തു ഓരോ ക്ഷേത്ര സമിതിയെ നിങ്ങൾ കേൾപ്പിക്കണം. എനിക്ക് വിഷമമുണ്ട്. എൻ്റെ സഹോദരങ്ങളാണ്. ബംഗ്ലാദേശിൽ പിച്ചി ചീന്തിയത് എൻ്റെ സനാതനധർമ്മ വിശ്വാസികളാണ്. നിങ്ങളുടേതായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് വിഷമം വന്നേനെ, ഇല്ലേ? ആരെങ്കിലും വിഷമിക്കുന്നുണ്ടോ? നമ്മൾ ആഘോഷിക്കുകയാണ്. ബംഗ്ലാദേശിൽ ആ നടന്നതിന് കേരളത്തിൽ ആഘോഷം നടക്കുകയല്ലേ സെൻകുമാർ സാർ?
അതുകൊണ്ട് ഞാൻ അധികം സംസാരിക്കില്ല. 12 മിനിറ്റ് തന്നത് അവരെടുത്ത് കളഞ്ഞിരുന്നു. എന്നിരുന്നാലും പറയേണ്ടത്, എൻ്റെ ധർമ്മത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ലെങ്കിൽ ആര് പറയും? അതെന്നും ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതിവിടെയും ചോദിക്കുന്നു. എനിക്ക് കിട്ടുന്ന അവസരത്തിലെല്ലാം ഞാൻ പറയും. അന്നേരം ഞാൻ പറയുന്നത്, ഈ ധനം ആരും തന്നതോ കൊള്ളയടിച്ചതോ ഒന്നുമല്ല. വേദബ്രഹ്മ രാഷ്ട്രോദ്ധാരണ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ട്രസ്റ്റ് സനാതനധർമ്മ വിശ്വാസികളെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം. അവർ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പൈസയാണ് കേട്ടോ. അത് നിങ്ങൾക്ക് ഞങ്ങൾ വെറുതെ ആയിട്ട് ഔദാര്യം തന്നു എന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത്. ഇതൊരു കാരണവശാലും അമ്പലത്തിൽ കൊടുക്കുന്ന അന്നദാനത്തിൻ്റെ ഭാഗമല്ല. ഇത് നിങ്ങൾ കുറച്ച് നാളത്തേക്ക് ഈ ക്ഷേത്ര സമിതിയിൽ നിന്നും വാങ്ങിച്ചുകൊണ്ട് പോന്നു. വേദബ്രഹ്മ രാഷ്ട്രോദ്ധാരണ ട്രസ്റ്റ് ഇത് കൊടുക്കുകയല്ല ചെയ്യുന്നത്, ഈ ക്ഷേത്ര സമിതിയാണ് കൊടുക്കുന്നത്. അങ്ങും വേദബ്രഹ്മ രാഷ്ട്രോദ്ധാരണ സമിതിയും ചേർന്നിട്ട് വേണം ഇത് കൊടുക്കാൻ. നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഇതിനകത്തൊരു ചെറിയ തുകയാണ് കേട്ടോ. ഈ ചെറിയ തുക നിങ്ങൾ നിങ്ങളുടെ കഴിവിനനുസരിച്ചിട്ട് തിരിച്ചടയ്ക്കണം. തിരിച്ചടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ അതിനുള്ള മനസ്സെങ്കിലും നിങ്ങൾക്ക് വേണം. അടയ്ക്കാൻ പറ്റുന്നില്ലയോ സാരമില്ല, നോ ഇഷ്യൂസ്. പക്ഷെ നിങ്ങൾ തിരിച്ചടച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഉതകും. ഇവർ ഈ പൈസ ഇന്ന് തന്നെ ഇവർ വേറൊരു അക്കൗണ്ട് ഉണ്ടാക്കണം. ഇവിടെ അന്നദാനത്തിന് ഫണ്ടുണ്ട്. ഈ അന്നദാനം കഴിക്കുന്ന ആരാ? വീട്ടിൽ ചോറില്ലാത്തവരാ? നിങ്ങൾ ഇന്നൊരു ഫണ്ട് ഉണ്ടാക്കണം. ഈ പ്രദേശത്തുള്ള സനാതനധർമ്മ വിശ്വാസികളെ ആയോധന കല പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ടൊരു ഫണ്ട് വേണം നിങ്ങൾക്ക്. ഇങ്ങനെയുള്ളവരെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഫണ്ട് വേണം. അന്നദാനത്തിന് വേണ്ടിയിട്ടല്ല നിങ്ങൾക്ക് ഫണ്ട് വേണ്ടത്. ഇവർ നല്ല രീതിയിൽ കിടന്നാൽ ഇവിടെ ഭക്തജനങ്ങൾ ഉണ്ടാവും. ഭക്തജനങ്ങൾ ഉണ്ടെങ്കിലോ ക്ഷേത്രമുള്ളൂ, ക്ഷേത്രമുണ്ടെങ്കിലോ ദേവനുള്ളൂ. വിഗ്രഹം ഇരിപ്പുണ്ട്. നമ്മൾ പറയും നമ്മുടെ സനാതനധർമ്മത്തെ ആർക്കും ഒന്നും ചെയ്യാനൊക്കില്ല എന്ന്. ഇത് ആരെയാ കളിപ്പിക്കാനുള്ള വാക്കാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഭാരതം എത്ര വലുതായിരുന്നു നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഗാന്ധാർ നരേശം എവിടെ പോയി? പറയുന്നത് നമ്മൾ ധർമ്മത്തെ ആരും ഒന്നും ചെയ്യില്ല, ചെയ്തു നശിപ്പിച്ചു കഴിഞ്ഞു. നിങ്ങളിലേക്ക് ഞാൻ വീണ്ടും വരും. ഒരുപാട് നിങ്ങളെ ഇതിനകത്ത് ബുദ്ധിമുട്ടിക്കുന്നു അല്ലേ? കേൾക്കാൻ സുഖം ഉണ്ടായിരിക്കും ഞാൻ പറയുന്നത്. അന്നേരം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്ഷേത്രത്തിലേക്ക് നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു ഭാഗം എന്ന് വെച്ചാൽ നിങ്ങളുടെ കഴിവിനനുസരിച്ചിട്ട് കേട്ടോ. അടയ്ക്കാൻ സാധിച്ചില്ലെങ്കിൽ വിഷമിക്കേണ്ട, ആ മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാവണം. അതിൻ്റെ ഒരു ഭാഗം വരുമാനത്തിൻ്റെ എന്താ പറയുക, പ്രോഫിറ്റിൻ്റെ കുറച്ച് ശതമാനം ഈ ക്ഷേത്രത്തിൽ മാസത്തിലൊരിക്കൽ നിങ്ങൾ കുടുംബസമേതം ഇവിടെ വന്ന് ഈ അമ്പലത്തിൽ കുണ്ടിയിലിടരുത്, വഞ്ചുകുറ്റിയിടരുത്. അത് 10 രൂപയാണെങ്കിൽ 10 രൂപയുടെ തന്നെ നിങ്ങൾ രസീത് വാങ്ങിക്കണം കേട്ടോ. അതിൽ തുച്ഛമായ ഈ അമ്പലത്തിന് എത്ര കൊടുക്കുന്നുവോ അതിൻ്റെ പകുതി ഈ വേദബ്രഹ്മ രാഷ്ട്രോദ്ധാരണ ട്രസ്റ്റിലേക്ക് അടയ്ക്കണം. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? നിങ്ങളെ സഹായിച്ചതുപോലെ വേറെ ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് നമ്മുടെ കേരളത്തിൽ. നമ്മുടെ കേരളത്തിൽ അന്നദാനങ്ങളും ഇതൊക്കെ ഒരുപാട് നടക്കുന്ന കേരളമാണ്. പക്ഷെ നിങ്ങളെപ്പോലുള്ളവരെ കാണാൻ പോലും നമ്മുടെ ധർമ്മത്തിൽ മേലധികാരികൾക്ക് സമയമില്ല. നിങ്ങൾ അതിനൊരു തുടക്കമാവണം. നിങ്ങളുടെ 10 രൂപ ഈ ക്ഷേത്രത്തിൻ്റെ ഫണ്ടിൽ ചെല്ലുന്നുണ്ടേ അവർക്ക് തന്നെ ഒരു ഊർജം വരണം. ഈ 10 രൂപയുടെ കൂടെ 1000 രൂപയാണ് കൂട്ടി നിങ്ങളെപ്പോലെ മറ്റുള്ളവരെ കണ്ടെത്തി അവരെ സഹായിക്കാം. പിന്നെ ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞു. പിന്നെ ക്ഷേത്രത്തോട് എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ ക്ഷേത്രവും പരിസരത്തിനും ആവശ്യമായ സാധനങ്ങളും ഉപയോഗ സാധനങ്ങളും ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള മറ്റ് പ്രസ്ഥാനങ്ങളും ഈ ക്ഷേത്രത്തിനോടനുബന്ധിച്ചുള്ള ക്ഷേത്രത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ കൊണ്ട് നിങ്ങൾ തുടങ്ങിക്കണം. അതായത് നിങ്ങൾക്കൊരു പച്ചക്കറി കട വേണ്ടി വരും, നിങ്ങൾക്കൊരു പലചരക്ക് കട വേണ്ടി വരും, ബാർബർ ഷോപ്പ് വേണ്ടി വരും. അങ്ങനെയുള്ള പല ആവശ്യങ്ങളുണ്ട്. അത് നിങ്ങൾ മീറ്റിങ്ങിൽ തീരുമാനിച്ചിട്ട് എന്തൊക്കെയാണെന്ന് തീരുമാനിക്കുക. അത് ഈ ക്ഷേത്ര പരിസരത്ത് സനാതനധർമ്മ വിശ്വാസിയായി
ഇക്കണോമിക്കലി വീക്കർ സെക്ഷനായിട്ട് നിൽക്കുന്നവരെ കൊണ്ട് തുടങ്ങിക്കണം. തുടങ്ങിയാൽ മാത്രം പോരാ. ഇന്ന് ഇവർ ഇത്രയും പേര് എടുക്കുന്നു. ഇവരെ ഈ കൊടുത്ത തുച്ഛം തുകയിൽ നിന്നും വലുതാക്കാനുള്ള ചുമതല ഈ ക്ഷേത്രത്തിൽ വരുന്നവരുടെയാണ്, അല്ലേ? അത് വലുതാക്കണം. ഇവരെ എന്തൊക്കെ പ്രസ്ഥാനങ്ങൾ തുടങ്ങുന്നോ ഇവരെ വലുതാക്കുക എന്നുള്ളത് ചുമതല നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തനമാക്കുക. എല്ലാവർക്കും സർവം വിഷ്ണുപാദാർപ്പണമസ്തു. സാറേ വന്നാട്ടെ, ഇറങ്ങാം, വന്നാട്ടെ. ഇത് നിങ്ങൾ വാങ്ങിക്കുന്ന ഈ ക്ഷേത്രം ഭാരവാഹിയുടെ നിന്നാണ്. വിദ്യാരാംജി പ്ലീസ് കം, പ്ലീസ് കം. വന്നാട്ടെ, ഇങ്ങോട്ട് കയറി വന്നു. അവിടെ നിന്നാൽ മതി, അവിടെ നിന്ന് കയറാനൊക്കില്ല. ഇവിടെ നിന്ന് കൊടുത്താൽ ഇങ്ങോട്ട് വന്നാൽ കോമളൻ വരൂ, കയറി നിന്നോ. അനിൽകുമാർജി, നിങ്ങളൊക്കെ എന്തൊക്കെ പ്രസ്ഥാനങ്ങളാണ് തുടങ്ങുന്നത് എന്ന് എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്പലത്തിൽ വരുന്ന ഓരോ ആൾക്കാരും നിങ്ങളെ ഈ സംരംഭം വിജയിപ്പിക്കുവാൻ വേണ്ടി ഉണ്ണികൃഷ്ണൻ, നിങ്ങൾ തുടങ്ങുന്ന ഓരോ കാര്യങ്ങളും വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ അമ്പലക്കാരെ നിങ്ങളെ സഹായിക്കും. സഹായിക്കാത്ത പക്ഷം കാരണം അമ്പലക്കാരാണ് ഇവരിതുപോലെ ഒരുപാട് ലെക്ചർ കേൾക്കുന്നതാണ്. നിങ്ങളുടെ ബാധ്യത പൈസ വാങ്ങിച്ചോട്ട് പോകാതെ. ഇവരെ സഹായിക്കാത്ത പക്ഷം നിങ്ങൾ 4 പേരും വന്നിട്ട് ഈ ക്ഷേത്രത്തിൽ അങ്ങ് കിടക്കുക. നിങ്ങളെ രക്ഷപ്പെടുത്തുന്നുള്ള ഇവർ ഈ ക്ഷേത്ര ആൾക്കാരുടെ ചുമതലയാണ് കേട്ടോ. നിങ്ങൾ ഈ ധർമ്മത്തിൻ്റെ തൂണുകളാണ്. നിങ്ങളുണ്ടെങ്കിലോ ഇവിടെയുള്ള സമ്പന്നന്മാരുള്ളൂ. ആ സമ്പന്നന്മാർക്കുള്ളൊരു മതിൽക്കെട്ടാണ് നിങ്ങൾ കേട്ടോ. അത് ബോധം വേണം കേട്ടോ. ഓക്കെ, എല്ലാവർക്കും നമ്മുടെ പത്മനാഭസ്വാമിയുണ്ട്. അദ്ദേഹം നിങ്ങളെല്ലാവരെയും രക്ഷിക്കും കേട്ടോ. അതിനൊരു തുടക്കമാണ്. ഈ പ്രദേശത്ത് സനാതനധർമ്മ വിശ്വാസിയായി ഒരു മനുഷ്യൻ പോലും ഇനി ഉണ്ടാവാൻ പാടില്ല. ഇതെൻ്റെ ഒരു ആവശ്യമാണ്. എൻ്റെ ഒരു സനാതനധർമ്മ വിശ്വാസത്തോടുള്ള, എനിക്ക് വേണമെങ്കിൽ ഈ പൈസ കൊണ്ട് തായ്ലാൻഡിലൊക്കെ പോയി കറങ്ങിയിട്ട് വരാം. നിങ്ങൾ ചിന്തിക്കുക. നിർത്താം. നന്ദി. ആശംസകൾ നേരാനായി ശ്രീ പ്രി സുധാകരൻ ക്ഷേത്രം പ്രസിഡന്റിനെ ക്ഷണിക്കുന്നു. ഹിന്ദുധർമ്മ പരിഷത്തിൻ്റെ അധ്യക്ഷനും ഈ സമ്മേളനത്തിൻ്റെ യോഗ അധ്യക്ഷനുമായ ബഹുമാന്യനായ ഗോപാൽജി, ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ച നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഡോക്ടർ ടി.പി. സെൻകുമാർ സാർ അവർകൾ, ബോധാനന്ദ ആശ്രമം സംപൂജ്യ സ്വാമിജി ഹരിഹരാനന്ദ സ്വാമികൾ, വളരെ ആവേശകരമായ രീതിയിൽ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയ വേദബ്രഹ്മ രാഷ്ട്രോദ്ധാരണ ട്രസ്റ്റിൻ്റെ രക്ഷാധികാരി ഹിന്ദു കേസരി ഡോക്ടർ ശ്രീനിവാസ തമ്പുരാൻ അവർകൾ, രാമായണത്തെ അരച്ച് കുടിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. രാമായണം മാത്രമല്ല, പുരാണങ്ങളെ കുറിച്ചൊക്കെ ഞങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തന്നെ ചോദിക്കുന്ന, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് കരുത്ത് പകർന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന സംപൂജ്യ നാരായണ ശർമാജി, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സംപൂജ്യരായ ഗുരുജനങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വിനീതമായ നമസ്കാരം. സമയം നിശ്ചയിച്ചതിനേക്കാളും കഴിഞ്ഞതുകൊണ്ട്
ഒരു ആശംസാ പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല. വളരെ പ്രൗഢഗംഭീരവും അതിലേറെ വിജ്ഞാനപ്രദവുമായ പ്രഭാഷണങ്ങളിലൂടെ നമുക്ക് വേണ്ട മാർഗദർശനം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇവിടെ ഡോക്ടർ ശ്രീനിവാസ തമ്പുരാൻ സൂചിപ്പിച്ചതുപോലെ ഈ ക്ഷേത്രം കഴിഞ്ഞ കുറേ വർഷങ്ങളായി അതിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ഭഗവാന്റെ കൃപ കൊണ്ട് അധ്യക്ഷപദം അലങ്കരിക്കുന്ന ആളാണ് ഞാൻ പൊതുവെ ഇവിടുത്തെ ക്ഷേത്ര ഭരണസമിതി യോഗത്തിലും ഇവിടുത്തെ അംഗങ്ങളുടെ പൊതുയോഗത്തിലുമൊക്കെ പറയാറുള്ളത്, സ്വാമി ചൂണ്ടിക്കാണിച്ചതുപോലെ ഏതൊരു ഹിന്ദുവിൻ്റെയും ഒരു ആശ്രയ കേന്ദ്രമായി നമ്മുടെ ക്ഷേത്ര സങ്കേതം മാറണമെന്നുള്ളതാണ്. അതനുസരിച്ചുകൊണ്ട് തന്നെ പ്രവർത്തിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രം കഴിഞ്ഞ കുറേ വർഷങ്ങളായി പഠിക്കാൻ നിവൃത്തിയില്ലാത്ത കുട്ടികളെ പ്രതിവർഷം 10 കുട്ടികളുടെ മുഴുവൻ പഠന ചെലവും വിശേഷാൽ ആഘോഷങ്ങളിൽ അവർക്ക് വേണ്ട ആഘോഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ചെറിയ തുകയും കഴിഞ്ഞ 8-10 വർഷമായി നമ്മൾ നൽകി വരുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ സഹായം കൊണ്ട്, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് പഠിച്ച ഒരു കുട്ടി ഇന്ന് ISROയിലെ സയൻറ്റിസ്റ്റായി പ്രവർത്തിക്കുകയാണ്. നിരവധി ആൾക്കാർ അങ്ങനെ ഉപരി വിദ്യാഭ്യാസം കഴിഞ്ഞിന്ന് ജോലി കിട്ടി കുടുംബസ്ഥന്മാർ കഴിയുന്നു. ഇപ്രാവശ്യവും 10 കുട്ടികളെ നമ്മൾ പഠിപ്പിക്കാൻ തീരുമാനിച്ചു. 4ാം ക്ലാസ് മുതൽ ഡിഗ്രി തലം വരെയുള്ള കുട്ടികൾ, ഡിപ്ലോമയ്ക്ക് പഠിക്കുന്ന കുട്ടികൾ വരെ ഈ 10 പേരിൽ ഉൾപ്പെടുന്നു. അവരുടെ പഠന സംബന്ധമായി എന്താവശ്യമാണോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മൾ വാങ്ങിക്കൊടുക്കും. പുസ്തകമായാലും ബാഗായാലും, ഇനി അവർക്ക് ചിലപ്പോൾ പഠിക്കുന്നതിന് വേണ്ടി ഒരു ട്യൂഷന് പോകണം എന്ന് പറഞ്ഞാൽ ആ ട്യൂഷൻ അധ്യാപകന് കൊടുക്കേണ്ട ഫീസ് ഉൾപ്പെടെ നമ്മൾ കൊടുക്കുന്നത് കൂടാതെ ഒരു മാസം അവരുടെ ചെറിയ ചിലവിന് വേണ്ടി ഒരു കുട്ടിക്ക് 500 രൂപ വെച്ചും നമ്മൾ കൊടുക്കാറുണ്ട്. ഓണത്തിന് നമ്മൾ കുറച്ചുകൂടെ കൂടുതൽ തുക നമ്മൾ കൊടുക്കാറുണ്ട്. കൂടാതെ ഈ പ്രദേശത്ത് മാരകമായ അസുഖങ്ങൾ ബാധിച്ച് ചികിത്സിക്കാൻ നിവൃത്തിയില്ലാതെ ബുദ്ധിമുട്ടുന്ന വ്യക്തികൾ ക്ഷേത്രത്തിൽ അപേക്ഷ തരികയാണെങ്കിൽ അതിന് നമ്മുടെ ക്ഷേത്ര ഭരണസമിതിയിൽ നിന്നൊരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ഒരു 3 പേരടങ്ങുന്ന കമ്മിറ്റി ആ വ്യക്തിയുടെ വീട്ടിൽ പോയി അന്വേഷിച്ച് അവർക്ക് ചികിത്സാ സഹായത്തിന് അർഹതയുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ, അതായത് അവർക്ക് വരുമാനം വളരെ കുറവാണ് എന്ന് ബോധ്യപ്പെട്ടാൽ, സഹായിക്കേണ്ടത് ആവശ്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ അതിനും ഒരു തുക, ഒരു ചെറുതല്ലാത്ത ഒരു തുക നമ്മൾ വീട്ടിൽ കൊണ്ടുചെന്ന് എത്തിക്കാറുണ്ട്. ഈ കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. രാമായണ മാസം നടക്കുന്നുണ്ട്. രാമായണ മാസത്തിൽ ഈ ക്ഷേത്രത്തിൽ എല്ലാ ഞായറാഴ്ചയും 4 മണി മുതൽ രാമായണ പഠന ക്ലാസ്സുകൾ നടക്കുന്നു. അതേപോലെ തന്നെ നാരായണീയം ക്ലാസ് എല്ലാ ചൊവ്വാഴ്ചയും നടക്കുന്നുണ്ട്. സ്വാമിജി പറഞ്ഞതുപോലെ ഈ ഭരണസമിതിയിൽപ്പെട്ട വ്യക്തികളും ഈ ക്ഷേത്രത്തിലെ വിശ്വാസികളും ചേർന്നുകൊണ്ട് ഒരു 3-4 സൂപ്പർ മാർക്കറ്റുകൾ നടത്തുന്നുണ്ട്. ആ സൂപ്പർ മാർക്കറ്റിൽ നിന്നുണ്ടാകുന്ന ലാഭം അതിൻ്റെ പാർട്ട്ണർമാരായ വ്യക്തികൾക്ക് വീട്ടിൽ കൊണ്ടുപോകാതെ, ഇല്ലെങ്കിൽ അവരുടെ ചെലവിന് എടുക്കാതെ, അതും സാമൂഹ്യ പ്രവർത്തനത്തിന് അർഹമായ കരങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി കൊടുക്കാറുണ്ടെന്നുള്ള വസ്തുത സ്വാമിജി സൂചിപ്പിച്ചതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഇവിടെയുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്ന്